हरे कृष्णा सर्वं कृष्ण अर्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा പവനപുരേശൻ की जय ഓം ശ്രീ മാത്രേ നമഃ ഹര ഹര മഹാദേവ് എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ ശങ്കരമഞ്ജരിയിലേക്ക് സ്വാഗതം ഹരേ കൃഷ്ണ
ഹരേ കൃഷ്ണ. ഹെൽത്ത് ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല. മോനപ്പ മുതലാളി, ഇപ്പം ഞാൻ കോട്ടയം വരാൻ പഠിച്ചിട്ടുണ്ട്. ആഹാ, ദേ ഇനി എന്നോട് ഇങ്ങനെ പറഞ്ഞാണ്ടല്ലോ, ഞാൻ കോട്ടയത്തേക്ക് വരും, നോക്കിക്കോ. എന്നിട്ട് അവിടെയുള്ള മൊത്തം മാങ്ങയും ചക്കയും എടുത്തിട്ട് നമ്മൾ ചെന്നൈക്ക് ഇങ്ങ് വരും. പിന്നെ എന്നും പറയുന്നത് പോലെ ഗുരുവായൂർ മഞ്ചരീസ് കോണ്ടാക്ട് നമ്പർ 9342494941 93 42 49 49 41. ചിഞ്ചു മാതാജി, പ്രീത മാതാജി, സുശീൽ PR രാഘവൻ, അങ്ങനെ തന്നെയല്ലേ? ജയമാതാജി, നല്ല സോങ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കുറേ നാരായണിയും പിന്നെ വിഷു കിറ്റും അങ്ങനെ കുറേ സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് കിട്ടിയതാ ഈ പാട്ട്. അപ്പം വിചാരിച്ചു ഇന്ന് എന്തായാലും ഇത് ക്ലാസ്സിലിടാം. അയ്യോ, എൻ്റെ വൈഫൈ എന്നെ ടെൻഷൻ അടിപ്പിച്ച് കൊല്ലും. വാ നമുക്ക് ആശാമാതാജി കോട്ടയത്തുണ്ടല്ലേ? ഓക്കെ. അപ്പം ഇനി മോനപ്പ മുതലാളി കുറച്ച് സൂക്ഷിച്ചിരുന്നോ. കോട്ടയത്ത് ഒരു വലിയ ഗ്രൂപ്പ് തന്നെ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങ് വരും മുതലാളിയുടെ വാഗമണ്ണിലുള്ള പറമ്പിലേക്ക്. എന്നിട്ട് അവിടുന്ന് മൊത്തത്തിൽ ഞങ്ങളിങ്ങ് പറിച്ചുകൊണ്ട് വരും കേട്ടോ. ആലോചനയിലാണ് അത്രേ. എനിക്കെന്താ ഒന്ന് ആലോചിക്കാൻ പാടില്ലേ? എൻ്റെ മഞ്ചരീസ് കുടുംബത്തിനെ കൊണ്ട് ഞാൻ തോറ്റ്. ഒന്ന് ചിരിച്ചാൽ പറയും, അയ്യോ മാതാജി ചിരിക്കുന്നു, ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക്. ഒന്ന് ഇങ്ങനെ ഇരുന്നാൽ പറയും, അയ്യോ മാതാജിക്ക് എന്തോ വിഷമമുണ്ട്, മാറി അമ്മ. അല്ലെങ്കിൽ പറയും, എന്തോ ആലോചിക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു സൂം വെച്ചിട്ട് ഒരു എക്സാം വെച്ചാലോന്ന്. അതാ ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കണേ. വർഷം 4 ക്ലാസ് എടുക്കണം. എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ നെറ്റ് കിട്ടണില്ല മാതാജി, നെറ്റ് കിട്ടണില്ല. അതുകൊണ്ട് സൂം വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യനിങ് ഉണ്ട്. സൂമല്ല, നമ്മുടെ ഗെറ്റ് ടുഗദർ വരില്ലേ മഞ്ചരീസിന്റെ, ശരിയാക്കിട്ട. ഓക്കെ, മഞ്ചരീസിന്റെ ഗെറ്റ് ടുഗദർ വരുന്ന ദിവസം എല്ലാം പെട്ടു. ഗെറ്റ് ടുഗദറിൽ ആരൊക്കെ പങ്കെടുക്കണം എല്ലാവരും പെട്ടു. 2 ഗ്രൂപ്പായി തിരിച്ചിട്ട് എല്ലാവരുടെ മൊബൈലും വാങ്ങിച്ച് ഞാൻ വെക്കും. എന്നിട്ട് കാരണം അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കി ആൻസർ പറയും. എല്ലാവരും മൊബൈലും വാങ്ങി വെച്ചിട്ട് ഒരു പേപ്പർ എടുക്കുക, നിങ്ങളുടെ പേര് എഴുതുക, ഒരു റബ്ബർ ബാൻഡ് തരും, മൊബൈലിൽ കിട്ടുക. മൊബൈലെല്ലാം എക്സിക്യൂട്ടീവ് കമ്മിറ്റി വാങ്ങിച്ചു വെക്കും. എന്നിട്ടൊരു 51 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇതാണ് ഗെറ്റ് ടുഗദറിന്റെ ഫസ്റ്റ് ഗെയിം. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? നല്ല ഉടുപ്പ്. ഇത് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ലൈവ് നിന്ന് ഓടിപ്പോവും. വേണ്ട, പറയണ്ട, പോട്ടെ, സാരില്ല. എന്തിനാ? അപ്പോൾ വേണ്ട, അതിനി പറയണ്ട, പോട്ടെ. പിന്നെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ. കുറഞ്ഞോ ഗീതാമ്മ? അയ്യോ, ഞാൻ 2-3 ദിവസം കുറച്ച് സഫർ ചെയ്തു. വേറെ കുഴപ്പമൊന്നുമില്ല, ഇപ്പം ഹാപ്പി അമ്മ. എന്നാലും നമുക്ക് കിച്ചൂട്ടൻ്റെ അടുത്തേക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോകാം. പിന്നെ ഞാൻ ഇന്ന് ലൈവ് ആരോടും മിസ് ചെയ്തതെന്ന് പറയാൻ കാരണം എന്താ അറിയോ? നമുക്ക് എനിക്ക് മഞ്ഞ കളർ ഭയങ്കര ഇഷ്ടമാണ്. ഭഗവാന്റെ കളറല്ലേ, ഭയങ്കര ഇഷ്ടമാണ് മഞ്ഞ കളർ. മഞ്ഞ, റെഡ്, ബ്ലൂ, ബ്ലാക്ക്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സുരേഷ് മോനപ്പം മുതലാളി പറയുന്നു ഗെറ്റ് ടുഗദറിന് വരുന്നില്ലെന്ന്. ഗെറ്റ് ടുഗദർ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നതാരാ? മോനപ്പം മുതലാളി. കുഴപ്പമില്ല, ഞങ്ങള് മോനപ്പം മുതലാളിയുടെ വാഗമൺ റിസോർട്ടിൽ വന്നിട്ട് ഗുരുവായൂർ മഞ്ചരീസിന്റെ ബാനർ കെട്ടിയിട്ട് ഞങ്ങൾ അവിടെ സെലിബ്രേറ്റ് ചെയ്യും. എന്ത് ചെയ്യും? ഞങ്ങൾ അവിടെ ഗെറ്റ് ടുഗദർ വെക്കും. എന്തായാലും ഞങ്ങൾക്കൊരു പ്ലേസ് വേണം അല്ലേ? നമുക്ക് എല്ലാവർക്കും കൂടെ വണ്ടിയും പിടിച്ചങ്ങ് പോവാം. ചെലവെല്ലാം മഞ്ചരീസ് ഏറ്റെടുത്തിരിക്കുന്നു. സത്യമായിട്ട് പറയാലോ, എല്ലാവരും വരും. മുതലാളി പെട്ടുപോകും. മഞ്ചരീസിനോട് കളി വേണ്ട. അതല്ല പിന്നെ ഒരു സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാല്, നമ്മുടെ ദേവി മഹാത്മ്യം എത്തിയിട്ടുണ്ട്. ഹാപ്പി അല്ലേ? ഞാൻ കുറേ ദിവസമായിട്ട് പുറത്തു പോകാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ലോട്ടറിക്കാരെ പോലെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പതേ നമ്മുടെ ദേവി മഹാത്മ്യം ഇന്ന് വൈകുന്നേരം എത്തി. ദേവി മഹാത്മ്യം ഞാൻ എല്ലാവർക്കും അയക്കാൻ പോവാ. ഓക്കെ, അപ്പോൾ ദേവി മഹാത്മ്യം കാണണ്ടേ നിങ്ങൾക്ക്? പലരും ഗെറ്റ് ടുഗദർ ആയി വരുന്നു. പലരും എന്നോട് ചോദിക്കാറുണ്ട്, മാതാജി ഞങ്ങൾക്ക് മാതാജി അയച്ചു തന്ന ദേവി മഹാത്മ്യം ഒരു 120 റുപ്പീസിന് എന്തോ ഒരു ബുക്ക് അല്ലേ, അതിൽ മാതാജി പറയുന്നത് പോലെ ഞങ്ങൾക്ക് കീലകം, അർഗളം, ധ്യാനം അതൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെയാണ്, ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ഒരു ഓർഡറിൽ വായിക്കാൻ പറ്റുന്നില്ല. ചിലവർ പുറത്തുനിന്ന് വാങ്ങിച്ച ദേവി മഹാത്മ്യുണ്ട്, അതിൽ മാതാജി പറയുന്ന പോലത്തെ ഇങ്ങനത്തെ കാര്യമില്ല, അങ്ങനത്തെ കാര്യമില്ല, അങ്ങനെ 100 കംപ്ലൈൻസ്. ആ കംപ്ലൈൻസിൻ്റെ ഇടയിലാണ്
ക്ഷേത്ര ദർശനവുമായിട്ട് സംയോജിച്ചിട്ട് ഗുരുവായൂർ മഞ്ജരീസ് ദേവി മഹാത്മ്യം ഇറക്കുന്നത്. അങ്ങനെ 1,01,000 ദേവി മഹാത്മ്യം നമ്മൾ സൊസൈറ്റിയിലേക്ക് കൊടുക്കണം. ദേവി മഹാത്മ്യത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത് അതൊന്ന് അനുഭവിച്ച് തന്നെ അറിയണം. അത്രയും പവർഫുള്ളാ. ശരിക്കും പറഞ്ഞാൽ ദേവന്മാർക്ക് പോലും കൃത്യമായിട്ട് ചൊല്ലാനോ അല്ലെങ്കിൽ പറയാനോ അല്ലെങ്കിൽ വായിക്കണം എന്നുള്ളൊരു ഒരു ചിന്ത പോലും വരാത്ത അത്രയും അതിനിഗൂഢമായ രഹസ്യമാണ് ദേവി മഹാത്മ്യം കേട്ടോ. ക്ഷമിക്കണം, അമ്മയുടെ ചരിതം പറയണതും കേൾക്കണതും എല്ലാം ശ്രേയസാന്നാ പറയണത്. അപ്പൊ അതേ നമ്മുടെ ദേവി മഹാത്മ്യം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ദേവി മഹാത്മ്യം. എങ്ങനെയുണ്ട്? ഇതിങ്ങനെ ഫസ്റ്റ് തുറക്കുമ്പോ തന്നെ എന്താ, മഞ്ജരീസിന്റെ സീല് വരും. പിന്നെ കണ്ടോ, ഈ ദേവി മഹാത്മ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആരാണോ ഈ മഹാത്മ്യം തരുന്നത് അവരുടെ പേരുണ്ടാവും. ഓക്കെ, ഇദ്ദേഹമാണ് നരസിംഹടിക. ഇദ്ദേഹം മൂകാംബിക ടെമ്പിളില് 50 വർഷം ടെമ്പിൾ കൊണ്ടു നടന്ന മഹത് വ്യക്തിയാണ്. എനിക്ക് നവാക്ഷരി തന്നത് ഇദ്ദേഹമാണ്. ഇത് അദ്ദേഹത്തിന്റെ മകൻ സുബ്രഹ്മണ്യ അടിക, എല്ലാവർക്കും അറിയാലോ. ഇത് നമ്മുടെ റാവൽജി. ഓക്കെ, അങ്ങനെ ഈ ദേവി മഹാത്മ്യത്തിന്റെ നിങ്ങൾക്കിത് കയ്യിൽ ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റും, ബാഗിൽ വെക്കാൻ പറ്റും, വീട്ടിൽ വെക്കാൻ പറ്റും, എവിടെ വേണമെങ്കിലും. ഒരു ശരിക്കും നല്ലൊരു, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഈ ബുക്ക് നമുക്ക് ചെയ്യാൻ സാധിച്ചതിൽ. പിന്നെ ഇതിന്റെ എല്ലാ എന്താ പറയാ, ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത്, ആമുഖാണ്. ഓക്കെ, അതിൽ എത്രയൊക്കെ അധ്യായമുണ്ട്, എന്തൊക്കെയാണ്, പിന്നെ നമ്മുടെ ഈ പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് കുറച്ച് എന്താ പറയുക, ചണ്ഡികാ ഹോമത്തെ കുറിച്ചുള്ള വിവരണങ്ങള്, എന്താണ് നവാക്ഷരി, നവാക്ഷരി ജപം എന്താണ്, അതിനെ കുറിച്ചൊക്കെ എഴുതിയത്. പിന്നെ ചണ്ഡികാ ഹോമം എന്താണ്, എന്തിനാണ്, പിന്നെ ജീവിത വിജയത്തിന് നമ്മൾ ദേവി മഹാത്മ്യം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതും കഴിഞ്ഞ് പിന്നെ പറഞ്ഞിരിക്കുന്നത് ദേവി മഹാത്മ്യ ഗ്രന്ഥം ദാനം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രസക്തി എന്താണ്, ദാനങ്ങളിൽ വെച്ചിട്ട് കർമ്മങ്ങളിൽ വെച്ചിട്ടൊക്കെ ശ്രേഷ്ഠമാണെന്ന് പ്രസിദ്ധമായ ഒരു കാര്യമുണ്ട്. എന്താണ്? അന്നദാനം, ഗോദാനം, സ്വർണദാനം, ഭൂദാനം. അന്നദാനം എന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഗോദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോക്കൾ, പശുക്കളെ ദാനം ചെയ്യുന്നത്. സ്വർണദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണാഭരണങ്ങൾ, ഇപ്പൊ വിവാഹം കഴിക്കാൻ പറ്റാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ ദാനം നൽകുന്നത്. ഭൂദാനം എന്ന് പറഞ്ഞാൽ ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി നൽകുന്നത്. അങ്ങനെ ഒരുപാട് ദാനധർമ്മങ്ങൾ നമ്മുടെ ഭാരതത്തിൽ പ്രചാരത്തിലുണ്ട്. സ്വർണം കൈവശമുള്ളവനേ അത് ദാനം ചെല്ലാൻ പറ്റൂ, അല്ലെ? അല്ലാത്ത ഒരാൾക്ക് ദാനം ചെയ്യാൻ പറ്റില്ല. അതുപോലെ വിദ്യ കൈവശമുണ്ടെങ്കിൽ ആ വിദ്യ കയ്യിലുള്ളവന് മാത്രമാണ് എന്ത് കൊടുക്കാൻ പറ്റുന്നത്? വിദ്യ ദാനമായി നൽകാൻ പറ്റുന്നത്. ധനം കൈവശം ഉണ്ടെങ്കിലോ നമുക്ക് ധനം നൽകാം. പക്ഷെ ആ ധനം ഉപയോഗിച്ചിട്ട് നമ്മൾ ഗ്രന്ഥമായിട്ടാണ് കൊടുക്കുന്നതെങ്കിലോ അതിന്റെ ശ്രേയസ് എത്ര ജന്മങ്ങൾ പറഞ്ഞാലും തീരില്ല. അങ്ങനെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല 2-3 ഗ്രന്ഥങ്ങളുണ്ട്. നാരായണീയം, ഭഗവത്ഗീത, ദേവി മഹാത്മ്യം. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ശ്രേയസ്കരമായ സമയങ്ങൾ ഉണ്ടാവും. സത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. കലിയുഗത്തില് നാമജപത്തിൽ മാത്രമേ ഭഗവാനുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ ഈ ഒരു ഗീതയാവട്ടെ, ദേവി മഹാത്മ്യാവട്ടെ നമ്മൾ ദാനം ചെയ്യാൻ ശ്രമിക്കണം. നമുക്കിപ്പോ 1-2 പുസ്തകം ഉണ്ട്, അതുകൊണ്ടാണ്, ക്ഷമിക്കണം കേട്ടോ. വലിയൊരു പാത്രം നിറച്ച് ഭക്ഷണം കൊടുത്തു നോക്കൂ, അത് ആ വ്യക്തിക്ക് എത്ര സമയം കഴിക്കാൻ പറ്റും? ഒരു സമയം അവന്റെ വയറ് നിറയും, മതി എന്ന് പറയും, അല്ലെ? പക്ഷെ നിങ്ങളൊരു ദേവി മഹാത്മ്യം ദാനം ചെയ്തു നോക്കൂ, അവന്റെ ജന്മത്തെയാണ് മാറ്റിമറിക്കുന്നത്. ഒരു ഗീത ദാനം ചെയ്തു നോക്കൂ, സാക്ഷാൽ ഈശ്വരൻ അവരുടെ കൈകളിൽ എത്തിയതുപോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു ദാനം മാത്രം മതി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം ലഭിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അമ്മമാര്, അച്ഛന്മാര്, ഭാര്യമാര് ഒക്കെ എന്താ പറയാ, ചിലപ്പോ ജോലി ഇല്ലാതിരിക്കുന്ന ചില പുരുഷന്മാര് വീട്ടിലുണ്ടാവാം. പല പല അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് ചിലപ്പം ഒരു ബുക്ക് വാങ്ങണമെങ്കിൽ അയ്യോ 450-500 രൂപയാവും, ഇപ്പൊ ഇല്ല, പിന്നെ ആവട്ടെ എന്ന ആഗ്രഹവുമായിട്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെയുള്ളവരുടെ കൈകളിലേക്ക് നല്ല മനസ്സുള്ള ചില ആൾക്കാരെന്ത് ചെയ്യും? നേരെ ഒരു മഹാത്മ്യം അങ്ങ് ദാനം ചെയ്യും. അങ്ങനെ ദാനം ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കയ്യിൽ അത് കിട്ടുമ്പോൾ അവനുണ്ടാവുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആ ഒരു നിമിഷമായിരിക്കും അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷ കൈവരിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെ? ഒരമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു,
മോളെ ദേവി മഹാത്മ്യമൊക്കെ എത്രയാ, നാരായണിയൊക്കെ എത്രയാ. അപ്പോൾ എനിക്ക് സത്യത്തിൽ മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടുന്ന കുറച്ച് ആളുകളെ എനിക്കറിയൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ സുധി എപ്പോഴും എനിക്ക് വേറൊരു നമ്പറിലേക്കാണ് മെസ്സേജ് ഇടുക. മഞ്ജരീസിന്റെ നമ്പറിലേക്ക് ഇട്ടപ്പോഴത്തേക്കും ഞാൻ ആലോചിക്കും ഇത് ആരാ. എന്നിട്ട് ഞാൻ ചോദിച്ചു ആരാ ഇത്, സുധിയല്ലേ എന്നിങ്ങനെ. അപ്പൊ എന്നോട് കൊള്ളാം മോസേ, കഴിഞ്ഞ 5 കൊല്ലമായിട്ട് കൂടെ ഉണ്ട്, എന്നിട്ട് ഇപ്പോഴും എന്റെ നമ്പർ അറിയില്ലേ. ഞാൻ അയ്യോ സോറി സുധി, ഞാൻ ഈ നമ്പർ സേവ് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് മെസ്സേജസ് വരും അതിലല്ലേ. അപ്പൊ എനിക്ക് അങ്ങനെ പേരൊന്നും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പൊ അതാണ് അവസ്ഥ. അപ്പൊ ഒരു മാതാജി ഇതുപോലെ ചോദിച്ചപ്പോൾ ഞാൻ എമൗണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത മെസ്സേജിലേക്ക് പോയി. പക്ഷെ വീണ്ടും ഞാൻ മെസ്സേജ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മുകളിൽ നിന്ന് നോക്കി വന്നപ്പോഴത്തേക്കും എന്നാ പിന്നെ ഞാൻ അടുത്ത മാസം വാങ്ങാം മാതാജി, പിന്നെ ആവട്ടെ. ഞാൻ അതെന്താ, എന്ത് പറ്റി അമ്മയ്ക്ക്? അല്ല മക്കളോടൊക്കെ ചോദിച്ചിട്ട് അവരെ കയ്യിൽ ഉണ്ടെങ്കിൽ വാങ്ങാന്ന് ഓർത്തിട്ട്, അല്ലേ ഞാൻ അടുത്ത മാസം വാങ്ങിച്ചോളാം മോളെ. അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, മക്കളോടൊന്നും ചോദിക്കണ്ട, അമ്മയ്ക്കുള്ള ദേവി മഹാത്മ്യം ദാനം ചെയ്യാൻ ഇവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഒരു ദിവസം മുന്നേ വേറൊരു മാതാജി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് തരുന്ന വ്യക്തിക്ക്, നിങ്ങളിപ്പോ ഒരാളുടെ ദേവി മഹാത്മ്യമോ ഗീതയോ എന്തെങ്കിലും ഇപ്പൊ എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഞാൻ അത് ആർക്കാണ് കൊടുക്കുന്നത് എന്നുള്ളവരുടെ പേരും നമ്പറും കൊടുക്കും. തരുന്ന വ്യക്തിയെ വാങ്ങുന്ന വ്യക്തിയായിട്ടും വാങ്ങുന്ന വ്യക്തിയെ തരുന്ന വ്യക്തിയായിട്ടും നമ്മൾ കണക്ട് ചെയ്യും. കാരണം എന്താ, നമ്മൾ ഒരു മീഡിയേറ്റർ ആണ്. അപ്പൊ നമ്മളെ ഏൽപ്പിച്ച ദാനം അത് സ്വീകാര്യമായിരിക്കുന്ന വ്യക്തികളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പിച്ചു കൊടുക്കും, അല്ലെ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ എന്നെ വിശ്വസിച്ചിട്ടാണ് മാതാജി ഈ ബുക്ക് അവർക്ക് കൊടുക്കണേന്ന് പറയുന്നത്. അപ്പൊ ഞാനത് കൊടുത്തു എന്ന് ഒരു ഉറപ്പ് എനിക്ക് കൊടുക്കണം. അവർ പറഞ്ഞ എന്താ, അതൊന്നും കുഴപ്പമില്ല മാതാജി, അതൊക്കെ നിങ്ങൾ കൊടുത്തോളൂ. ഞാൻ അതല്ല, അത് കൺഫേം ചെയ്യണം, അപ്പോഴാണ് എനിക്ക് സന്തോഷം. അതിനുവേണ്ടി ഇവിടെ ഒരു നല്ല 2-3 ചാക്കും ബോക്സും നിറച്ച് നിങ്ങളുടെ നാരായണിയും ഗീത എല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ന് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു. സാറ്റർഡേ ആയതുകൊണ്ട് പറ്റിയില്ല. അത് കുറച്ചേ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി ഞാൻ തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് എന്ത് ചെയ്യും, എല്ലാം ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യും. ഇനി വരുന്ന ആഴ്ച നിങ്ങളുടെ കയ്യിലേക്ക് ദേവി മഹാത്മ്യവും നാരായണിയവും വിഷു കിറ്റും പഞ്ചാമൃതവും എല്ലാം കിട്ടുന്ന ദിവസങ്ങളാണ്. കിട്ടുമ്പോൾ എനിക്ക് മെസ്സേജ് ഇടണം, അത് കേൾക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഉണ്ടാവും. അഷ്ടഗന്ധം, ഗോപീചന്ദ്രം എല്ലാം കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മുടെ ദേവി മഹാത്മ്യത്തിന്റെ പാരായണം എങ്ങനെയാണ്, ഇത് പാരായണം ചെയ്യുന്നതിന് ഒരു വിധിയുണ്ട്. ദേവി മഹാത്മ്യത്തിന്റെ ക്ലാസ് ഒക്കെ ഞാൻ എടുത്തു തന്നാണ്. എന്നാലും എന്റെ മഞ്ജരീസ് ഫാമിലി മറന്നിട്ടുണ്ടാവും. വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് പറയിക്കുക എന്നുള്ളതാണ് എന്റെ മഞ്ജരീസ് ഫാമിലിയുടെ ലക്ഷ്യം തന്നെ. എനിവേ, പറയാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ ദേവി മഹാത്മ്യത്തിന്റെ പാരായണം എങ്ങനെയാണ്, എന്താണ് അതിന്റെ ഫലപ്രാപ്തി, എങ്ങനെയാണ് അത് പാരായണം ചെയ്യേണ്ടത്, അതിന്റെ ഒരു രീതിയുണ്ട്. അതൊക്കെ നമുക്ക് ആര് പറഞ്ഞിരുന്നു? ബ്രഹ്മശ്രീ ശ്രീ ഈശ്വരപ്രസാദ് നമ്പൂതിരി. അത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാല് ബദ്രിനാഥ ക്ഷേത്രത്തിലെ മുൻ റാവൽജിയാണ്. അദ്ദേഹമാണ് അത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ബുക്കിലൂടെ. ഇനി ദേവി മഹാത്മ്യം മുക്തിദായകമാണ്. എങ്ങനെയാണ് അത് മുക്തിദായകമാകുന്നത്? അത് സംസ്കൃത പണ്ഡിതനായിരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ ശ്രീ വരാഹം ചന്ദ്രശേഖരൻ നായർ അവർകളാണ് അതേക്കുറിച്ച് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ബുക്കിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് ശ്രീമദ് ദേവി മഹാത്മ്യവും മാർക്കണ്ഡേയ പുരാണവും എന്നൊരു അധ്യായമുണ്ട്. അതും ഈ പുസ്തകത്തിലുണ്ട്. ഇനി അത് കഴിഞ്ഞാലോ കഥാരൂപത്തിൽ തന്നെയാണ് കേട്ടോ. അതില് മുനികുമാരന്മാർക്ക് പിതൃശാപം ലഭിക്കുന്നതും അതുപോലെ താർക്ഷികയുടെ വിവാഹവും എന്ന് വേണ്ട ജൈമിനി മഹർഷി പക്ഷികളെ സന്ദർശിക്കുന്ന കഥയും മുനികുമാരന്മാര് പക്ഷികളായി ജനിക്കുന്ന കഥയും എന്തെല്ലാം കഥകളാണെന്നറിയാമോ? അതെല്ലാം കഴിഞ്ഞാൽ പ്രഥമ ചരിതത്തിന്റെ കഥ മധുകൈടഭ വധം, ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ മധ്യമ ചരിതം ഉണ്ട്, അധ്യായം 2 കേട്ടോ. അത് മഹിഷാസുര സൈന്യ വധത്തെ കുറിച്ച് പറയുന്നു, കഥയായിട്ടാ പറയുന്നത്. പിന്നെ മഹിഷാസുര വധത്തെ കുറിച്ച് പറയുന്നു അധ്യായം 3. 4 വന്നിട്ട് ശക്രാദികളുടെ ദേവീ സ്തുതിയെ കുറിച്ച് പറയുന്നു കഥാരൂപത്തില്. ഓക്കെ, പിന്നെ ഉത്തമ ചരിതത്തിലെ 5-ാം അധ്യായത്തില് ദേവീദൂത സംവാദത്തെ കുറിച്ച് പറയുന്നു. അതും കഴിഞ്ഞാലോ 6-ാം അധ്യായത്തില് ധൂമ്രലോചന വധത്തെ കുറിച്ച് പറയുന്നു. 7-ാം അധ്യായത്തില് ചണ്ടമുണ്ട വധത്തെ കുറിച്ച് പറയുന്നു. 8-ാം അധ്യായത്തില് രക്തബീജ വധത്തെ കുറിച്ച് പറയുന്നു. ഈ പറയുന്ന എല്ലാ കഥകളാണേ. 9-ാം അധ്യായത്തില് നിശുംഭ വധത്തെ കുറിച്ച് പറയുന്നു. ഇനി 10-ാമത്തെ അധ്യായത്തില് ശുംഭവധത്തെ കുറിച്ച് പറയുന്നു. 11-ാം അധ്യായം എല്ലാവർക്കും ഇഷ്ടമുള്ള അധ്യായം. അതിലെന്താ പറയുന്നത്? നാരായണീ സ്തുതിയെ കുറിച്ച് പറയുന്നു. 12-ാം അധ്യായത്തിൽ ദേവി പറയുന്നു. 13-ാം അധ്യായം, അതായത് ക്ഷമിക്കണേ, നെറ്റ് പോയതാണേ. ഇനി 13-ാം അധ്യായത്തില് സുരത സമാധിമാരുടെ വരലബ്ധിയെ കുറിച്ച് പറയുന്നു, അവസാനത്തെ അധ്യായം. ഇങ്ങനെ ദേവി മഹാത്മ്യത്തിന്റെ കഥകളെല്ലാം കഴിഞ്ഞു വരുമ്പോഴോ ദേവി മഹാത്മ്യത്തിന്റെ പാരായണ വിധി ശ്ലോകം മുതൽ തുടങ്ങുന്നുണ്ട്. ദേവി മഹാത്മ്യം എങ്ങനെയാണ് നമ്മൾ ശ്ലോകം മുതൽ
വായിച്ചു തുടങ്ങേണ്ടത്. അത് നല്ല വലിയ അക്ഷരത്തോടു കൂടി രാത്രി സൂക്തമാവട്ടെ, ത്രയാംഗമാവട്ടെ, താന്ത്രികമാവട്ടെ, നവാംഗങ്ങളാവട്ടെ, ആവാഹനം, കീലകം, അർഗളം എല്ലാം ഇതിലുണ്ട്. ഹൃദയം, അങ്ങനെയുള്ള എല്ലാം വലിയ അക്ഷരത്തിൽ തന്നെ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദളം കൊടുത്തിട്ടുണ്ട്, ധ്യാനം കൊടുത്തിട്ടുണ്ട്, പിന്നെന്താ, അങ്ങനെ ഇതെല്ലാം നമ്മൾ കവചവും എല്ലാം ചൊല്ലി 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 നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പാരായണ ഭാഗം തുടങ്ങുന്നുണ്ട്. പ്രഥമ ചരിതം മുതൽ ദേവി മഹാത്മ്യത്തിന്റെ പാരായണം വലിയ അക്ഷരം. ഇത് നോക്കൂ, നിങ്ങൾ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇത്രയും വലിയ അക്ഷരത്തിൽ വിട്ട് വിട്ട് ഇത് കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കഥകൾ. കണ്ടോ, കഥ കണ്ടോ, കഥയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇതെല്ലാം ശ്ലോകമാണ്. കണ്ടോ, ഇതെല്ലാം നല്ല കുഴപ്പമില്ല, ഇതെല്ലാം ശ്ലോകമാണ്. ഇങ്ങനെ ശ്ലോകമെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ അധ്യായത്തിലും. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ശ്ലോകം കഴിയുമ്പോഴാണ് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും നമ്മുടെ റാവൽജി വരുന്നുണ്ട്. അതായത് 1008 ശ്രീ 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 ബ്രഹ്മശ്രീ പാച്ചമംഗലം ശ്രീധരൻ നമ്പൂതിരി അവർകള്. അദ്ദേഹം ബദ്രീനാഥ ക്ഷേത്രത്തിലെ മുൻ റാവൽജിയാണ്. അദ്ദേഹം എന്താ ചെയ്യുന്നത്, ആദിപരാശക്തിയുടെ നവരാത്രി കാലത്ത് 9 ഭാവങ്ങളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഇനി അതും കഴിഞ്ഞാല് നമുക്ക് എന്താണ് ദേവി മഹാത്മ്യം എന്നുള്ളത് ഒരു ചുരുക്കത്തിൽ ഇതിൽ പറയുന്നുണ്ട്. റൈറ്റപ്സ് ആണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ദേവി മഹാത്മ്യം പാരായണം ചെയ്യാൻ ഗുരുവിന്റെ ഉപദേശം ഉണ്ടോ, ദേവി മഹാത്മ്യ ഗ്രന്ഥത്തിലെ പാരായണത്തിന്റെ നിഷ്ഠകൾ എന്തൊക്കെയാണ്, മഹാത്മ്യ ഗ്രന്ഥം എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, ദേവി മഹാത്മ്യ പാരായണത്തിന്റെ വ്യത്യസ്തമായിരിക്കുന്ന രീതികള്, വിധികള്, ക്രമങ്ങൾ എന്തൊക്കെയാണ്, മഹാത്മ്യം ആർക്കൊക്കെ പാരായണം ചെയ്യാം, സ്ത്രീകൾക്ക് ആർത്തവ സമയം ഉണ്ടാകുമ്പോൾ മഹാത്മ്യം പാരായണം ചെയ്യാൻ പാടുണ്ടോ, ദേവി മഹാത്മ്യ പാരായണ ഫലപ്രാപ്തിക്ക് എത്ര ഒരു ജപം, എന്ത് മന്ത്രം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു. ഇത് മൊത്തം ഞാൻ വായിച്ചു കേട്ടോ, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ വാങ്ങി വായിക്കണം. ഇനി അതും കഴിഞ്ഞ് ഏതൊക്കെ ചടങ്ങുകളിലാണ് മഹാത്മ്യം പാരായണം ചെയ്യാൻ സാധിക്കുന്നത്, ദേവി മഹാത്മ്യ ഗ്രന്ഥം നമുക്കൊരു രക്ഷാകവചമായി മാറുന്നത് എപ്പോഴൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഗ്രന്ഥം ദാനം ചെയ്യേണ്ടത് ആർക്ക്, എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച്, ശതേഷു ജായതേഷൂര സഹസ്രേഷു ച പണ്ഡിതഃ ഭക്രാധാദശ സഹസ്രേഷു ദാദാ ഭവതി വാ നാ വാ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാല് 100-ൽ ഒരാൾ ശൂന്യരായിട്ട് കാണാം, 1000-ൽ ഒരാൾ പണ്ഡിതനായിട്ട് കാണാം, 10,000-ൽ ഒരാൾ വാഗ്മിയായിട്ട് കാണാം. എന്നാൽ ദാനം ചെയ്യുന്ന ഒരു സജ്ജനത്തെ കണ്ടുമുട്ടാൻ ഏറെ പ്രയാസമാണ്. കാരണം ദാനം ചെയ്യാൻ ആരും അത്ര പെട്ടെന്ന് റെഡിയല്ല. അതായത് വിശാല മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ ദാനം നൽകാൻ കഴിയൂ. കുടുംബത്തിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ സ്വന്തം പരമ്പരയുടെ മൂലവേര് മുതലുള്ള സഞ്ചിത കർമ്മത്തിന്റെ കാര്യങ്ങളും പൂർവികരുടെ കർമ്മഫലങ്ങളും എല്ലാം അന്വേഷിച്ചു പോയിട്ട് നമ്മളിൽ പലരും ഇങ്ങനെ വഴിപാടുകളായിട്ടും ദാനധർമ്മങ്ങളായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ കഴിഞ്ഞ തലമുറയും ഇപ്പോഴത്തെ തലമുറയും എല്ലാം ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ ചെയ്യുമല്ലേ. ഇങ്ങനെയുള്ള എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറാൻ ഒരൊറ്റ ആൻസറേ ഉള്ളൂ, ദേവി മഹാത്മ്യ പാരായണം. എന്നിട്ട് ഒരു മഹാത്മ്യം നമ്മൾ എന്ത് ചെയ്യുക, നേരെ നമ്മൾ ആർക്കെങ്കിലും ദാനവും ചെയ്യുക. അതിൻ്റെ ഒരു ശക്തി അതൊരിക്കലും പറഞ്ഞാൽ തീരാത്തതാണ്. അതിൻ്റെ ഒരു റിസൾട്ട് അത് അനുഭവിച്ച് തന്നെ അറിയണം. അതിനായിട്ടാണ് മഞ്ജരീസ് നിങ്ങൾക്ക് ദേവി മഹാത്മ്യം ഇത്രയും പക്കയായിട്ട് ഞാൻ റെഡിയാക്കിയത്. അതുകൊണ്ട് ഇനി സമ്പൂർണമായൊരു ദേവി മഹാത്മ്യം അന്വേഷിച്ച് എവിടെയും പോണ്ട. 93 42 49 49 41 എന്ന നമ്പറിലേക്ക് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് തരിക. നിങ്ങൾക്ക് ദേവി മഹാത്മ്യം നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് 4ാമത്തെ ദിവസം നിങ്ങളുടെ വീട്ടിലെത്തും. പോരെ. അതിനുവേണ്ടി 1,01,000 ദേവി മഹാത്മ്യം മഞ്ജരീസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ദേവി മഹാത്മ്യം നമ്മൾ ദാനം ചെയ്യണമെന്ന് പറയുന്നത്? മഹാദാനങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനമാണ് ഗ്രന്ഥദാനം എന്ന് പറയുന്നത്. ഗ്രന്ഥങ്ങളിലൂടെ ജ്ഞാനദാനമാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെ? ജ്ഞാനം, അറിവ് അതൊരാൾക്കാണ് നമ്മൾ ദാനമായി നൽകുന്നത്. മറ്റ് ദാനങ്ങൾ എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ടുകൊണ്ട് പോകാൻ പറ്റും. എന്തൊരു സാധനം, ഈവൻ ഭക്ഷണം കൊടുത്താൽ ആ ഭക്ഷണം പോലും വേണമെങ്കിൽ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകും. പക്ഷേ അതെല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ നശിച്ചും പോകും. എന്നാൽ മായം കലർത്താൻ കഴിയാത്തവയാണ് എന്ത്? സ്വർണം, അന്നം, വസ്ത്രം, ഭൂമി, ഗോവി. ഈ ദാനങ്ങളെല്ലാം മഹത്തരമാണ്. പക്ഷെ ഇതെല്ലാം അപഹരിക്കാൻ കഴിയും.
എങ്ങനെയെങ്കിലും ഇതൊക്കെ ആരിൽ നിന്നൊക്കെ മോഷ്ടിക്കാൻ സാധിക്കും. എന്നാൽ എനിക്കൊരു അറിവുണ്ടെങ്കിൽ ആ അറിവ് ഒരാളെ കൊണ്ടും മോഷ്ടിക്കാൻ കഴിയില്ല. നിങ്ങൾക്കൊരു അറിവുണ്ടെങ്കിൽ അതും ഒരാളെ കൊണ്ടും മോഷ്ടിക്കാൻ കഴിയില്ല. നിങ്ങളുടെ നല്ല മനസ്സാണ് നിങ്ങൾ പകർന്നു കൊടുക്കുന്ന ജ്ഞാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും മോഷ്ടിക്കാൻ കഴിയാത്ത ഈ അറിവ് ജ്ഞാനദാനത്തിന്റെ മഹത്വമാണ്. എന്ത് അഗ്നിപുരാണം, ഗരുഡ പുരാണം, ദേവീ പുരാണം പോലെയുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഗ്രന്ഥം ദാനം ചെയ്താലുള്ള ആ ശ്രേയസിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം നമ്മൾ ദാനത്തിനായിട്ട് ഉപയോഗിക്കണം എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോഴേ ലഭിക്കുന്ന വരുമാനം കൂടുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, മാതാജി അല്ലേ പറഞ്ഞത് നമ്മൾ ഒന്നിനെ കുറിച്ചും ആഗ്രഹിക്കരുതെന്ന്. ശരിയാണ്. പക്ഷെ നമ്മൾ ആരും എന്തല്ല, സന്യാസിമാരല്ല, ഗൃഹസ്ഥാശ്രമികളാണ്. ഗൃഹസ്ഥാശ്രമികളായി ജീവിക്കുന്ന നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിനോടും സമൂഹത്തിനോടും സുഹൃത്ത് ബന്ധങ്ങളോടൊക്കെ ഒരു വിലയേറിയ കടപ്പാടുണ്ട്, ഇല്ലേ? ആ കടപ്പാട് നിറവേറ്റണമെങ്കിൽ ഭൗതികയിൽ നമുക്ക് ഉയർന്നേ പറ്റൂ. ഭൗതികതയിൽ ഉയരാതെ ഞാൻ ഒരു സന്യാസി വര്യനാണ്, ഒരു സന്യാസിനിയാണ്, ഈശ്വരൻ എനിക്ക് എല്ലാം കൊണ്ടുത്തരും എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ലഭിക്കാൻ പോണില്ല. നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം, ഉണരണം. അപ്പോഴേ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും. പക്ഷെ എന്ത് ലഭിക്കുന്നു? അതിൽ ഒരംശം നമ്മൾ എന്തിനു മാറ്റണം? ദാനത്തിനായിട്ട് മാറ്റണം. സന്തോഷവും സമ്പാദ്യവും എല്ലാം പങ്കുവെക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ ലഭിക്കുന്നത്. കിണറ്റിൽ നിന്ന് ജലം എടുക്കുന്നത് കൊണ്ട്, ഇപ്പൊ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട് അല്ലെ, അങ്ങനെ വെള്ളം എടുക്കുന്നത് കൊണ്ട് ആ ഉറവ വറ്റുന്നില്ല, അത് തീർന്നു പോകുന്നുമില്ല. ഒരിക്കലും പിന്നീട് വെള്ളം വരാത്തതുകൊണ്ട് കിണറായിട്ട് ഒരിക്കലും അവശേഷിക്കുന്നില്ല. കിണറിൽ വെള്ളം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്, കൂടുതൽ ശുദ്ധമാവുന്നുണ്ട്. അതുപോലെ നമ്മൾ ദാനം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് അത് ലഭിക്കുകയും ചെയ്യും, സംശുദ്ധരാവുകയും ചെയ്യും. നമ്മൾ എന്ത് ദാനം ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഞാൻ പറയുന്നു, നമ്മൾ ഏറ്റവും കൂടുതൽ ദാനം ചെയ്യേണ്ടത് ഗ്രന്ഥദാനം, അന്നദാനം, വസ്ത്രദാനം. ഇത് മൂന്നും നമ്മൾ കൊടുത്തിരിക്കണം. ഇത് വളരെ നിർബന്ധമായ കാര്യമാണ്. ശ്രീധരൻ പ്രഭു, അങ്ങേക്ക് ദേവി മഹാത്മ്യം ദാനം ചെയ്യുന്നത് ഞാനാണ് കേട്ടോ. അങ്ങയുടെ അഡ്രസ്സ് എനിക്ക് വേണം. നമ്മൾ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ച ഒരു വ്യക്തിയാണ് ശ്രീധരൻ പ്രഭു. അറിയാലോ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി. അപ്പൊ അദ്ദേഹത്തിന് ഒരു ദേവി മഹാത്മ്യം ദാനം ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. അപ്പൊ അങ്ങേക്ക് ഉള്ള ദേവി മഹാത്മ്യം ഞാൻ അയച്ചു തരും. ഓക്കെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് നവാക്ഷരി മന്ത്രം, എങ്ങനെയാണ് മന്ത്രജപം തുടങ്ങേണ്ടത്, എന്താണ് സപ്തശതശ്ലോകി. സപ്തശ്ലോകി എന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷെ ചോദിക്കും, മാതാജി എന്താ സപ്തശ്ലോകി, എങ്ങനെയാ അതിനെക്കുറിച്ച് പറയുക, അതെന്താണ്? അതേക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ ദുർഗാസ്മൃത ഹരസിബീതിമശേഷ ജന്തോ സ്വസ്തേ സ്മൃതാമതീമതീവ ശുഭാം ദദാസി ദാരിദ്ര്യ ദുഃഖഭയഹാരിണി കാതുധന്യ സർവോപകാരകാരണായ സാധാർത്ഥ ചിത്ത. ഇത് ഞാൻ വായിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്ര സ്പീഡായിട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് ചിലപ്പം വായിച്ച് നിങ്ങൾക്ക് ഇത് സ്പീഡാവും. അപ്പൊ ഇതൊക്കെ എന്താണ്? ദേവി മഹാത്മ്യത്തിലെ 24ാമത്തെ ശ്ലോകമാണത്. അപ്പൊ ആപത്തിൽപ്പെട്ടുഴലുന്ന എല്ലാ സകല ജീവികൾക്കും അമ്മയെ സ്മരിച്ചാൽ അവരുടെ ആ ജീവിയുടെ ഭയം വിട്ടകലുന്നു. സ്വസ്ഥിരമായിരിക്കുന്നവർ സ്മരിച്ചാൽ അവർക്ക് ശുഭമായ ബുദ്ധി നൽകുന്നു. സർവചരാചരങ്ങളുടെയും ദാരിദ്ര്യവും ദുഃഖവും അകറ്റി അവർക്ക് ഉപകാരം ചെയ്യാൻ എപ്പോഴും ആർദ്രഹൃദയായി മറ്റാരാണുള്ളത്? അമ്മയേക്കാൾ വലിയൊരു സത്യമില്ല, അമ്മയേക്കാൾ വലിയൊരു സമാധാനമില്ല. അതുകൊണ്ടാണ് അമ്മയെ അമ്മയെന്ന് വിളിക്കുന്നത്, അല്ലേ? എന്നതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. നമ്മളിപ്പോ കേട്ട ഈ ശ്ലോകത്തിന്റെ അർത്ഥം അതാണ്. അപ്പോൾ ആഭനിവർത്തിയായ കാർത്യായനി തന്ത്രത്തിൽ ഈ ശ്ലോകത്തിന്റെ ഈ ജപത്തിന്റെ ഫലപ്രാപ്തി പറയുന്നുണ്ട്. ദേവീ സ്തുതിയിലെ ഏറ്റവും ഉയർന്ന ഈ ശ്ലോകം ദുർഗാ സപ്തശതി, അതായത് നമ്മുടെ 585ാമത്തെ മന്ത്രമാണ്. ഏത്? സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ എന്നുള്ളത്. അപ്പൊ സകല മംഗളങ്ങൾക്കും മംഗളയായിരിക്കുന്ന, സർവരക്ഷാകാരിണിയായിരിക്കുന്ന, എല്ലാ പുരുഷാർത്ഥങ്ങളെയും പ്രദാനം ചെയ്യുന്ന, ശരണം പ്രാപിക്കാൻ യോഗ്യതയുള്ള തൃക്കണ്ണുകളോടും സ്വർണ്ണവർണ്ണ നിറത്തോടും കൂടിയിരിക്കുന്ന അലയോ നാരായണി, അവിടത്തേക്ക് നമസ്കാരം എന്നാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ നിന്ന് പഠിക്കേണ്ടത്. മനസ്സിലായോ? കുടുംബത്തിന്റെ ശ്രേയസ്സും ഐശ്വര്യവും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആപത് നിവാരണവും മംഗളവും ശക്തിയും ശാന്തിയും നൽകുന്നതാകുന്നു ഈ ശ്ലോകം. മറ്റ് ശ്ലോകങ്ങൾ ഒന്നും ജപിച്ചില്ലെങ്കിൽ പോലും ഇത് നിത്യവും ചൊല്ലുന്നത് സർവസമ്പത്പ്രദം, സർവാർത്ഥ സിദ്ധിപ്രദം, സർവോഘോഹരം എല്ലാമാണ് ഈ മന്ത്രം ജപിക്കുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. പിന്നെയോ ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണേ സർവസ്യാർത്ഥി ഹരേ ദേവി നാരായണി നമോസ്തുതേ. അതിന്റെ അർത്ഥം എന്താണ്? അത് 587ാമത്തെ ശ്ലോകമാണ്. അതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ 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 എന്തെല്ലാം ശ്ലോകങ്ങളുടെ അർത്ഥം എന്നറിയോ നമ്മൾ ഇതിൽ വിശദീകരിച്ചിരിക്കുന്നത്? സർവബാധ പ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മൈധ്വരി വിനാശനം. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ഇനി എന്നോട് ചോദിക്കരുത്, ഞാൻ പറഞ്ഞു തരില്ല. അപ്പൊ ഇത് വന്നിട്ട് 614ാമത്തെ ശ്ലോകമാണ്.
ഇനി നവരാത്രി കാലങ്ങളിൽ എങ്ങനെയാണ് ആരാധന നടത്തേണ്ടത്? ഈ ദിവസങ്ങളിലെ ദേവി മഹാത്മ്യത്തിന്റെ പാരായണത്തിന്റെ അർത്ഥം എന്താണ്, വിധി എന്താണ്, 9 രാത്രികൾ അതെങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ പറയുന്നുണ്ട്. കൃത്യമായിട്ട് ഇതെല്ലാം പറയുന്നു. ദേവി മഹാത്മ്യം സംസ്കൃതത്തിലല്ലാതെ മലയാളത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ മലയാളത്തിലുള്ള പാരായണത്തിന് എന്തെങ്കിലും ഫലപ്രാപ്തിക്ക് വ്യത്യാസമുണ്ടോ? അതും പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഗുരുവായൂർ മഞ്ജരീസ്. ഓക്കെ, അപ്പൊ മഞ്ജരീസിന്റെ ദേവി മഹാത്മ്യം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 93 42 49 49 41 എന്ന നമ്പറിലേക്ക് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് തരിക. നിങ്ങൾക്ക് ഈ ദേവി മഹാത്മ്യം നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. നല്ല നല്ല ബൈൻഡിങ് ആണ്, വ്യക്തമായിട്ടാണ് ഞങ്ങളിത് റെഡിയാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി മാത്രം. ജീവിതത്തിൽ ഒരു മാറ്റം വേണോ? ദേവി മഹാത്മ്യം കയ്യിൽ സൂക്ഷിക്കൂ. ഇത് ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. എനിക്ക് അത്രയും ഇഷ്ടമാണ് ദേവിയെ, നിങ്ങൾക്കറിയാലോ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം 30 ദിവസം ഞാൻ അമ്മയുടെ അടുത്ത് പോയിരുന്നതാണ്, അമ്മേന്നും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെ ദേവി മഹാത്മ്യം എല്ലാവരും കയ്യിൽ വെക്കുക. ഇനി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളവർ മാത്രം, വെറുതെ കൊടുക്കുന്നു എന്ന് കാണുമ്പോഴേക്കും വാങ്ങിക്കൊണ്ട് പോകരുത്. സാമ്പത്തികമായിട്ട് എനിക്ക് അത്രയും ഒരു 500 രൂപ ഇല്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ദയവായി മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് ദേവി മഹാത്മ്യം ഞങ്ങൾ ദാനമായി നൽകും. പക്ഷേ അത് ആത്മാർത്ഥമായിരിക്കണം. കാരണം ദേവിയുടെ മുമ്പിൽ നമുക്ക് നമ്മളെ വഞ്ചിക്കാം, പക്ഷെ അമ്മയുടെ മുമ്പിൽ ഒരിക്കലും നമുക്ക് വഞ്ചന കാണിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ സ്വയം വിലയിരുത്താം. എൻ്റെ കയ്യിൽ 500 രൂപ ഇല്ല എന്ന് നിശ്ചയമായിട്ടും ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് ഞങ്ങൾ മഞ്ജരീസ് ഫാമിലി കൃത്യമായിട്ട് ദാനം നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പം മേക്കാ മനു ആ ബുക്ക് ഒന്ന് കാണിച്ചേക്കാം. ദാ ഓക്കെ, കണ്ടില്ലേ? ഈ ബുക്കിന്റെ ഉദ്ഘാടനം നമ്മൾ ചെയ്തതും മൂകാംബിക അമ്മയുടെ തിരുസന്നിധിയിൽ വെച്ചിട്ടാണ്. അപ്പം അന്നേ ദിവസമായിരുന്നു നമ്മളൊരു 108 ലളിത സഹസ്രനാമമൊക്കെ മൂകാംബിക നടയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത്. അപ്പം എല്ലാവർക്കും ദാനം കൊടുത്തത്. ഓക്കെ, അപ്പം ദേവി മഹാത്മ്യം എത്ര പെട്ടെന്ന് നിങ്ങൾ എനിക്ക് ഓർഡർ തരുന്നോ അത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് അയച്ചു. കാരണം തീർന്നുകൊണ്ടിരിക്കുകയാണ് ബുക്ക്. ഇപ്പം എനിക്ക് ഈ ബുക്കിന് നമുക്ക് റേറ്റ് വരുന്നത് 450 രൂപയാണ്. ഇതിൽ എവിടെയാണ് പ്രൈസ് ടൈപ്പ് ചെയ്തിരിക്കണേ ഞാൻ നോക്കട്ടെ. ഇതിലുണ്ട് 450 രൂപ ബൈ പോസ്റ്റ്. അതിൻ്റെ പോസ്റ്റൽ ചാർജും കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ഉപയോഗിക്കാം. നിങ്ങൾ എത്ര വലിയ കോടികളുടെ ഗിഫ്റ്റ് കൊടുത്താലും ഒരു വ്യക്തിയുടെ കയ്യിൽ ദേവി മഹാത്മ്യം എത്തുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം അതായിരിക്കും. അതുകൊണ്ട് ദയവായി നിങ്ങൾ എത്ര വലിയ ഗിഫ്റ്റും കൊടുത്തോളൂ. ഏത് വീട്ടു താമസത്തിനോ കല്യാണത്തിനോ ബർത്ത്ഡേ ഫംഗ്ഷനോ എന്തിനു വേണമെങ്കിലും കൊടുത്തോളൂ. പക്ഷെ കൂട്ടത്തിൽ ഒരു ദേവി മഹാത്മ്യം കൂടി കൊടുക്കുക. കൊടുക്കുന്നവനും ലഭിക്കുന്നവനും ഒരുപോലെ ശ്രേയസ് ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ ദേവി മഹാത്മ്യം നിങ്ങൾ ഓർഡർ ചെയ്യല്ലോ. ഞാനിത് ആദ്യത്തെ മഹാത്മ്യം നൽകിയത് നമ്മുടെ മൂകാംബികയിലെ തന്ത്രി രാമചന്ദ്ര അടിയേക്കാണ്. അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടാണ് ദേവി മഹാത്മ്യം ഞാൻ പബ്ലിക്കിലേക്ക് എത്തിക്കുന്നത്. 1,01 ദേവി മഹാത്മ്യം മഞ്ജരീസിലൂടെ സമൂഹത്തിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, വീട്ടിലുള്ളവർക്കും വീട്ടിൻ്റെ അടുത്തുള്ളവർക്കും നിങ്ങളുടെ ഓഫീസിലുള്ളവർക്കും നിങ്ങളുടെ ഓഫീസിലെ സീനിയേഴ്സിനും ആരൊക്കെയാണ് ഇപ്പം നിങ്ങൾ സ്ഥിരമായി പോകുന്ന അമ്പലത്തിലെ തിരുമേനിമാർക്ക്, അല്ലെങ്കിൽ അവിടെ പാത്രം കഴുകാൻ വരുന്ന അമ്മമാരുണ്ടാവും അവർക്ക്, അല്ലെങ്കിൽ സ്ഥിരമായി പൂക്കെട്ടുന്ന ആൾക്കാർ, അങ്ങനെ ആരൊക്കെ ഉണ്ടോ നമ്മുടെ ചുറ്റിനും നമ്മുടെ പ്രിയപ്പെട്ട എത്ര പേരുണ്ടോ അവർക്കെല്ലാം കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ദേവി മഹാത്മ്യം സ്വന്തമായിട്ടുണ്ടെങ്കിലും ഇത് ഒരെണ്ണം വാങ്ങിച്ചു വെക്കുക. ഇതിൽ നിങ്ങൾക്ക് സമ്പൂർണ്ണമായി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ക്ലിയർ? അപ്പം നമുക്ക് ശ്രീ ശങ്കരാചാര്യ മഞ്ജരിയിലേക്ക് പോയാലോ? എല്ലാവർക്കും ശങ്കരാചാര്യ മഞ്ജരി ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എന്നെ മെസ്സേജിലൂടെ അറിയിച്ചു. മെസ്സേജ് ഇട്ടോളൂ അമ്മ, മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ടോളൂ. ഓക്കെ, വിജയ് കുമാരൻ പ്രഭു അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞങ്ങളെയും കൊണ്ടുപോകണം. എൻ്റെ കൂടെയൊക്കെ യാത്ര ചെയ്യാൻ വന്നാൽ വന്നവർക്കറിയാം പെട്ടുപോകും. സത്യം പറയുന്നതിന് എന്താ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ പോയാൽ അവിടെ തന്നെ അമ്പലത്തിൽ തന്നെ ഇരിക്കും, അമ്പലത്തിലെ പ്രസാദം കഴിക്കും. മൂകാംബിക പോയി കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് കാശി തീർത്ഥത്തിലൊക്കെ കുളിച്ച് അങ്ങനെ ആ ലോകത്ത്. അത് ഒരു ദിവസം 2 ദിവസത്തേക്കൊക്കെ പോകും, ചിലപ്പോൾ 5 ദിവസം 10 ദിവസം 20 ദിവസമൊക്കെ ഞാൻ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അവിടെ ഇരിക്കും, തിരിച്ചു വരും. ഇതൊക്കെയാണ് എൻ്റെ ഒരു യാത്ര എന്ന് പറഞ്ഞത്. എന്നാലും കുഴപ്പമില്ല, വന്നോളൂ, ഒന്നും പ്രശ്നമില്ല. നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. വന്നിട്ട് നിങ്ങൾക്ക് ലീവൊക്കെ ഒന്നില്ലെങ്കിൽ ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോരാം. ഞാൻ അവിടെ തന്നെ ഉണ്ടാവും, ചിലപ്പോൾ ഞാനും കൂടെ പോരും. ഇങ്ങനെയൊക്കെയാണ്. എനിവേ ഒരുപാട് സന്തോഷം. നിങ്ങളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നു അമ്മയെ കാണാൻ എന്നറിയുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്.
അപ്പം നമുക്ക് എളുപ്പം ദേവി മാഹാത്മ്യത്തിൻ്റെ കഥകളൊക്കെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? ഒരു മിനിറ്റ്, ഇവിടെ ഭയങ്കര ചൂട്. ഞാൻ വൈഫൈ കട്ടാവുന്നുണ്ട്, AC ഓഫ് ചെയ്തിരിക്കുക. ഒന്ന് ക്ലോസ് ചെയ്ത് AC ഞാൻ ചത്തുപോകും. എൻ്റെ അമ്മേ, ഭയങ്കര ചൂട്, രക്ഷയില്ല. അപ്പോൾ നമുക്ക് ശങ്കരമഞ്ജരിയിലേക്ക് പോവാം. ശങ്കരമഞ്ജരി കഥ ഇത് നോക്കിക്കേ. ദേവി മാഹാത്മ്യം പറയാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശങ്കരാചാര്യരുടെ കഥ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ വിഷ്ണു സഹസ്രനാമം കംപ്ലീറ്റ് ചെയ്തു തരാം. ക്ലിയർ? അപ്പം നമുക്ക് ശങ്കരമഞ്ജരി കേട്ടാലോ? എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കണം. വരുന്ന ഗെറ്റ് ടുഗദറിന് ശങ്കരമഞ്ജരി ആസ്പദമാക്കിയിട്ട് ഗീത, മഹാഭാരതം, ശങ്കരമഞ്ജരി, വിഷ്ണു സഹസ്രനാമം, ഉത്തര രാമായണം, ഹനുമച്ചരിതം, ഞാൻ എന്തൊക്കെ ക്ലാസ് എടുത്തു തന്നിട്ടുണ്ടോ, സ്കന്ദപുരാണം, അതേക്കുറിച്ചെല്ലാം ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. ഉറപ്പായിട്ടും ചോദിക്കും. പറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നല്ല പണിഷ്മെന്റ് ഉണ്ടാവും. ഓക്കെ? ഉറപ്പ്. വിളിക്കും. ഉറപ്പായിട്ട് അമ്മ വിളിക്കും. അമ്മ വിളിച്ച് അമ്മ നിങ്ങളെ ആ തിരുനടയിൽ എത്തിച്ച് അയ്യോ, അമ്മയെ കാണുന്ന കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ക്ലാസ് ഒന്നും എടുക്കലുണ്ടാവില്ല. ഞാൻ അതേ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് അമ്മയും ഗുരുവായൂരപ്പനും. ആ രണ്ട് നടയിൽ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ സർവ്വവും മറന്നുപോകും. വല്ലാത്തൊരവസ്ഥയാണ്. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കൊട്ടിയൂർ. അത് എല്ലാ വർഷവും മുടങ്ങാതെ ഞാൻ കൊട്ടിയൂരെത്താറുണ്ട്. ഈ വർഷവും എത്തുന്നുണ്ട്. ഓക്കെ? അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? മറ്റ് വിശേഷങ്ങളൊന്നുമില്ല. ഗുരുവായൂർ മഞ്ജരീസിന് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതാവട്ടെ. ഗുരുവായൂർ മഞ്ജരീസിന് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അറിയാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടും 93 42 49 41 എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ട് തരിക. അപ്പം അതിലും നിങ്ങൾക്ക് ആഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം അതിന് ആ ഗ്രൂപ്പിൽ എന്താ പറയുക, ഗാനമഞ്ജരി രാവിലെ, പിന്നെ ഓരോരോ അറിവുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കും. നമ്മൾ അഡ്മിൻസ് ഓൺലിയാണ്, ഗ്രൂപ്പ് പബ്ലിക് ആക്കി വെച്ചിട്ടില്ല. പിന്നെ നമ്മൾ കേരളത്തിലുള്ള 51 വെളിച്ചപ്പാടുമാർക്ക്, ദേവിയുടെ ഉപാസകരായിരിക്കുന്ന 51 വെളിച്ചപ്പാടുമാർക്ക് നമ്മൾ ദേവി മഹാത്മ്യം ദാനമായി നൽകുന്നുണ്ട്. ഓക്കെ? അങ്ങനെ നമ്മുടെ ശങ്കരാചാര്യർ തീർത്ഥാടനത്തിന് പോവാണ്. ദേവി ഭാഗവതം കിട്ടിയാൽ വലിയ ഉപകാരം ഉണ്ടല്ലോ. ദേവി ഭാഗവതം, ശ്രീ മഹാഭാഗവതമുണ്ട്, ദേവി ഭാഗവതമുണ്ട്, കൽക്കി പുരാണമുണ്ട്, മഹാഭാരതമുണ്ട്, ദേവി മാഹാത്മ്യത്തിന്റെ വേറെ ബുക്കുണ്ട്, ഐതിഹ്യമാലയുണ്ട്, ഭവിഷ്യപുരാണമുണ്ട്, സ്തോത്രരത്നാകരമുണ്ട്. അങ്ങനെ 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 ഒരുപാട്, ഒരു ബുക്സിന്റെ സാമ്രാജ്യം തന്നെ എൻ്റെ കയ്യിലുണ്ട്. ബുക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എന്താ പറയുക, അത് ശാന്ത മാതാജിക്ക് അറിയാം. മാതാജി എപ്പോഴും ഇവിടെ വരുന്നല്ലേ. ബുക്സ് എവിടെ യാത്രയിൽ പോകുമ്പോഴും എൻ്റെ കൂടെ ഒരു ബുക്ക് ഉണ്ടാവും. ആ ബുക്ക് ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ആ യാത്ര സമ്പൂർണ്ണമായിരിക്കില്ല. പിന്നെ ഇപ്പം ഈ മോനപ്പ മുതലാളിനെ പോലെയും പ്രസന്നാമയെ പോലെയുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതും എടുത്തുകൊണ്ട് ഒരു പോക്കങ്ങ് പോകും. എന്നാലും എനിക്ക് സന്തോഷം തന്നെ. സുധാമ നാളെ വിളിച്ചോളൂ. ഇന്നിപ്പോൾ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ വേഗം പോയി കിടന്നുറങ്ങും. ഇനി സൗണ്ട് കുറവാന്ന് പറഞ്ഞാൽ ഞാൻ ശരിയാക്കും മേഘക്കുട്ടി. ഞാൻ ഡബ്ബിങ്ങിന് പോകണ്ടേ നാളെ? 2 ദിവസം ലീവൊക്കെ എടുത്ത് സുഖമായിട്ട് കിടന്നുറങ്ങി. നാളെ ഡബ്ബിങ്ങിന് പോയിട്ട് ഞാൻ സൗണ്ട് വെച്ചിട്ട് ആമസോണിലൊക്കെ സൗണ്ട് കൊടുക്കണ്ടേ? ആഹാ, ഇനി സൗണ്ട് കുറവാന്നോ? ഇത്രയൊക്കെ സൗണ്ട് ഉണ്ട്, ഇതൊക്കെ മതി. ഇപ്പോ ഞാൻ മിണ്ടൂല. സുധാമ നാളെ വിളിച്ചോ, നാളെ നമുക്ക് സംസാരിക്കാം കേട്ടോ. മേഘ ഹെഡ്സെറ്റ് എടുത്ത് വെക്കുക. അപ്പോഴേ ആൻറ്റി പറയുന്നത് കേൾക്കൂല എൻ്റെ മേഘക്കുട്ടി. അതൊരു കുഞ്ഞു മോളാ, അവർക്ക് സൗണ്ട് കേൾക്കണില്ലെന്ന്. പോയി ഹെഡ്സെറ്റ് എടുത്ത് വെക്ക് കുഞ്ഞാ, അപ്പോഴേ കേൾക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് തീർത്ഥാടനത്തിലേക്ക് പോവാം. ഭക്ഷണം കഴിക്കാത്ത ആരെങ്കിലും ആണെങ്കിൽ ഫുഡ് കൊണ്ടുവന്ന് കയ്യിൽ വെക്കുക, കഥ കേട്ടുകൊണ്ട് കഴിക്കുക. ഓക്കെ? അങ്ങനെ നമ്മുടെ ശങ്കരാചാര്യർ തീർത്ഥാടനത്തിന് പോവാം. കുറേ നേരമായി തീർത്ഥാടനത്തിന് പോകണം, എന്നിട്ട് തുടങ്ങുന്നില്ല അല്ലേ? ഒരുപാട് തീർത്ഥങ്ങളൊക്കെ ദർശിക്കാൻ വേണ്ടിയിട്ട് ശിഷ്യന്മാർക്ക് ആഗ്രഹം തോന്നി. ശങ്കരാചാര്യരുടെ ശിഷ്യന്മാർക്ക് ഒത്തിരി എന്താ പറയാ, തീർത്ഥങ്ങൾ പുണ്യ തീർത്ഥങ്ങൾ സന്ദർശിക്കണമെന്ന് ഒരാഗ്രഹം തോന്നി. ആചാര്യരാണെങ്കിലോ അത് കേട്ടപ്പം തന്നെ സന്തോഷത്തോടെ പറഞ്ഞു, ഓ അതിനെന്താ, നമുക്ക് സന്ദർശിക്കാന്ന് പറഞ്ഞു. ഇതറിഞ്ഞ് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു? താങ്ക് യു രാജലക്ഷ്മി അമ്മ. അങ്ങനെ അതിനു വേണ്ട സൗകര്യങ്ങളെല്ലാം എന്ത് ചെയ്തു ചെയ്യാൻ വേണ്ടിയിട്ടും സ്ഥലങ്ങളിൽ പോയിട്ട് സംസ്കരിക്കാനും ഒക്കെ ആചാര്യന്മാരെ അനുഗമിക്കാനൊക്കെ രാജാവും നിശ്ചയിച്ചു. ഇവരെന്തായാലും പോവല്ലേ, അപ്പൊ രാജാവും അവരെ കൂടെ പോവാണ് കേട്ടോ. അങ്ങനെ പ്രധാനപ്പെട്ട വളരെ പ്രശസ്തമായിരിക്കുന്ന കേദാര ക്ഷേത്രത്തിലേക്കാണ് അവർ പോകുന്നത്. വഴി കുറച്ച് കഷ്ടപ്പാടാണ് കേദാര ക്ഷേത്രത്തിലേക്ക്, എങ്കിൽ കൂടിയും അങ്ങോട്ട് തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. പക്ഷെ ആ പോകുന്ന വഴിയിലും ഒരുപാട് തീർത്ഥസ്ഥലങ്ങളുണ്ട്. ഇവർ പോകുന്നിടത്ത് നിന്ന് കേദാറിലേക്ക് പോകുമ്പോൾ ഒരുപാട് തീർത്ഥസ്ഥലങ്ങളുണ്ട്. നന്ദപ്രയാഗിൽ കൂടി കൽപേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് അവരെത്തി. അങ്ങനെ ഇരിക്കെ സാരല്ലേ കണ്ണ,
സൂപ്പർ. അങ്ങനെ ഇരിക്കെ എന്ത് ചെയ്തു? അത് പഞ്ചകേദാരങ്ങളിൽ അഞ്ചാമത്തതാണ്. പഞ്ചകേദാരങ്ങളില് അഞ്ചാമത്തതാണ് എന്ത്? നന്ദപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ ഗോപേശ്വരം, അനസൂയാദേവി എന്നിവിടങ്ങളിൽ കൂടി രുദ്രനാഥം എന്ന 4ാമത്തെ കേദാരത്തിലും തുംഗനാഥം എന്ന വിഖ്യാതമായിരിക്കുന്ന 3ാമത്തെ കേദാരത്തിലും ഒക്കെ ഈ ശങ്കരാചാര്യ എന്തായാലും AC യിൽ ഇരുന്ന് ക്ലാസ് എടുക്കാൻ യോഗമില്ല, കിച്ചുടനെ അനുവദിക്കില്ല എന്ന് തോന്നുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഭയങ്കര ചൂടും. ഞാൻ ഓഫ് ചെയ്ത് ഡോർ തുറന്നു വെക്കാം, അപ്പോഴേ നെറ്റ് കിട്ടും. അപ്പൊ നമുക്ക് ക്ലാസ് കട്ടാവാതെ പോകാം. ഓക്കെ. അങ്ങനെ രുദ്രനാഥം എന്ന് പറയുന്ന 4ാമത്തെ കേദാരത്തിലും അതുപോലെ തുംഗനാഥം എന്ന് പറഞ്ഞിരിക്കുന്ന 3ാമത്തെ കേദാരത്തിലും ഒക്കെ അവരെത്തിച്ചേർന്നു. അങ്ങനെ ഇരിക്കെ തുംഗനാഥ നിവാസികള് ആചാര്യന്മാരുടെ ദർശനവും ഉപദേശവും കൊണ്ട് ഒരുപാട് സന്തോഷിച്ചു അവര്. കാരണം ആരാ വന്നിരിക്കുന്നത്? മഹത്തായ വലിയൊരു ജ്ഞാനിയായിരിക്കുന്ന ശങ്കരാചാര്യരാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മഹത്വം ഇവർക്കറിയാം. അങ്ങനെയാണ് അവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നത്. പിന്നീട് അവരെന്താ ചെയ്തെന്നറിയോ? അവിടെ നമ്മുടെ ശങ്കരാചാര്യരുടെ ശിലാദർശനം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ പോയാലും അത് അവിടെ കാണാൻ സാധിക്കുന്ന പറയുന്നത്. തുംഗനാഥത്തിൽ നിന്ന് ബാണരാജാവിന്റെ രാജധാനിയായിരിക്കുന്ന ശോണിതപുരത്തില് ആചാര്യന്മാരും അനുയായികളും കൂടെ അവിടെ എത്തിച്ചേർന്നു. എവിടെ? ശോണിതപുരത്തില്. അങ്ങനെ ഇരിക്കെ അവരെല്ലാരും കൂടെ ബാണരാജാവിന്റെ കന്യകയായിരിക്കുന്ന ഉഷയുടെ തപസ്ഥാനം ദർശിച്ചു. അവിടെ ചെന്നപ്പോ മാന്ധാതാവ് പണ്ട് അവിടെ തപസ് ചെയ്തിട്ടുണ്ട് ആ സ്ഥലത്ത്. പിന്നീട് എല്ലാവരും കൂടി എങ്ങോട്ടാ പോയത്? ഗുപ്തകാശി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ വിശ്വനാഥൻ തുടങ്ങിയ കുറേ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ ദർശിച്ചു കഴിഞ്ഞപ്പോ കാളീപീഠവും 2ാമത്തെ കേദാരവും കണ്ട് നാരായണ സ്ഥാനം എന്ന സ്ഥലത്തെത്തിയിട്ട് എന്താ ചെയ്തത്? അവിടെ എത്തിയതിനു ശേഷം മഹിഷമർദിനി, ശാകംപരി, ത്രിയുഗി നാരായണം, സോനപ്രയാഗ് മുതലായ ഒരുപാട് തീർത്ഥസ്ഥാനങ്ങളെല്ലാം കണ്ടിട്ട് അവരെന്ത് ചെയ്തു? ഗൗരീകുണ്ഡം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി. ഗൗരിയുടെ തപസ്ഥാനമാണ് ഗൗരീകുണ്ഡം. ഓക്കെ, ഗൗരിയുടെ തപസ്ഥാനമാണ് ഗൗരീകുണ്ഡം എന്ന് പറയുന്നത്. അവിടെ ഭയങ്കര ചൂടുള്ള ഒരു ജലകുണ്ഡമുണ്ട്. ഈ ഗൗരീകുണ്ഡത്തില് നല്ല തണുത്ത ജലകുണ്ഡമുണ്ട്. ഒരേ സമയം ചൂടും ഉണ്ടാവും തണുപ്പും ഉണ്ടാവും. നമ്മൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ സ്ഥലത്ത് വെള്ളം തിളച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത്ഭുതമായിട്ട് ഇടുന്നത്? ഇതൊക്കെ ആ സ്ഥലങ്ങളാണ്. നമ്മൾ അറിയാത്ത എന്തുമാത്രം സ്ഥലങ്ങള്, എന്തുമാത്രം പേരുകള്, എന്തുമാത്രം ചരിത്രങ്ങൾ ഉണ്ടെന്നറിയോ സനാതന ധർമ്മത്തില്? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും അറിയില്ല. അതിനാണ് നമുക്ക് നമ്മുടെ പൂർവികർ ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളെല്ലാം തന്നിരിക്കുന്നത്. അതിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വായന ജീവിതത്തിന്റെ ഭാഗമാക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ ഇരിക്കെ കേദാരത്തിലെ തണുപ്പ് സഹിക്കാൻ ശക്തിയില്ലാത്തവര് ഈ സ്ഥലത്ത് വന്നിട്ട് കേദേശ്വരനെ കാണുന്നു എന്നാ പറയുന്നത്. ഘോരക്ഷമുനി തപസ് ചെയ്ത് സിദ്ധനായി തീർന്നതും ഇവിടെയാണ്. ശ്രീ ഗൗരീകുണ്ഡത്തിൽ നിന്ന് ചിരവാസ ഭൈരവം, ഭീമസേനാസ്ഥാനം ഇവയിൽ കൂടിയാണ് കേദാരത്തിൽ എത്തിച്ചേർന്നത്. ഇന്നിപ്പോ നമുക്ക് അവിടെ പോണെങ്കിൽ ഫ്ലൈറ്റ് ഉണ്ട്, ട്രെയിൻ ഉണ്ട്, കാറുണ്ട്, ബസ് ഉണ്ട്, ട്രിപ്പുകളുണ്ട്. അന്നത്തെ കാലത്ത് ഇതൊന്നുമില്ല. ഭയങ്കരം കാടാണ്. ഘോരമായ വനവും മലയും കുന്നും എല്ലാം താണ്ടിയിട്ടാണ് ശങ്കരാചാര്യരും ആചാര്യന്റെ സുഹൃത്ത് എന്താ പറയാ ശിഷ്യന്മാരും കൂടെ പോകുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ കേദാരം എന്ന് പറയുന്നത് ഒരു ത്രികോണാകൃതിയിലാണ്, ട്രയാങ്കിളിലെ ത്രികോണാകൃതിയിലാണ്. ബദരീ ക്ഷേത്രത്തെക്കാൾ കൂടുതൽ തണുപ്പാണ് ഈ സ്ഥലത്ത്. വളരെ നിർജ്ജനമായിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടുത്തെ വായു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര തണുപ്പായതുകൊണ്ട് നമുക്ക് ശ്വസിക്കാൻ പോലും പറ്റാതെ ഇങ്ങനെ നിലച്ചു പോകും. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഇവിടെയും അനേകം മഹാത്മ്യമേറിയ തീർത്ഥസ്ഥാനങ്ങളുണ്ട്. ഈ സ്ഥലത്തും ഒരുപാട് തീർത്ഥസ്ഥാനങ്ങളുണ്ട്. കേദാരേശ്വരന്റെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൈതന്യമുള്ള വിഗ്രഹമാണ്. ഇവിടെ കുറഞ്ഞ തപസ്, അല്പമായ തപസ് കൊണ്ടും ആശുതോഷനായിരിക്കുന്ന ഭഗവാൻ പ്രസാദിക്കുന്നു. ചെറിയ തപസ് അനുഷ്ഠിച്ചാൽ മതി. വർഷങ്ങളോളം തപസ് ചെയ്യേണ്ട, ഒന്നും ചെയ്യണ്ട. പക്ഷെ ചെയ്യുന്ന തപസ്സിന് ഒരു ആത്മാർത്ഥത ഉണ്ടാവണം. എങ്ങനെയാ ആത്മാർത്ഥത ഉണ്ടാവുക? ചിലവരെ ഞാൻ കണ്ടിട്ടുണ്ട്, നാമം ചൊല്ലാൻ അവരിയ്ക്കും, പക്ഷെ എന്താ വായ കൊണ്ടേ ചൊല്ലു, തലയൊക്കെ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി ചിരിച്ച് ഒരു ഏകാഗ്രത ഉണ്ടാവില്ല. ചെയ്യുന്ന പ്രവൃത്തി എന്തായാലും അതിലൊരു ഏകാഗ്രത ഉണ്ടാവും, അല്ലെ? മനസ്സും ശരീരവും ചിന്തയും വാക്കും പ്രവൃത്തിയും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതെന്ത് ജോലിയും ആയിക്കോട്ടെ വിജയം ഉറപ്പാണ്. നമ്മുടെ മനസ്സൊരു സ്ഥലത്ത്, നമ്മൾ ചെയ്യുന്ന കൈകാലുകൾ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരു സ്ഥലത്ത്, അതിനൊരു വിജയം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ എപ്പോഴും ഒരു ഏകാഗ്രത വേണം.
മണിക്കൂറുകളോളം നാമം ചൊല്ലേണ്ട, ഒരു നിമിഷം കണ്ണടച്ച് ഏകാഗ്രതയോടുകൂടി ഭഗവാനെ ഒന്ന് സ്മരിച്ചാൽ മതി, അതിനുള്ള ഒരു ഉത്തരം ലഭിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഇവിടെ അല്പമായ തപസ് കൊണ്ടും ആശുതോഷനായിരിക്കുന്ന ഭഗവാൻ പ്രസാദിക്കുന്നു എന്ന് പറയുന്നത്. ഇതിനപ്പുറമാണ് എന്ത്? സ്വർഗാരോഹണ പർവ്വതം എന്ന് പറയുന്നത്. പാണ്ഡവന്മാർ അവിടെ നിന്നാണ് മഹാപ്രസ്ഥാനത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. നമ്മള് മഹാഭാരതത്തിൽ പഠിച്ചിട്ടില്ലേ? മഹാഭാരതം ലാസ്റ്റ് ഘട്ടത്തിലെത്തിയപ്പോൾ ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തു, കാരണം എല്ലാവരും ഉറങ്ങാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി കഥയൊക്കെ തീർന്ന് പിന്നീട് ഭീഷ്മോപദേശം വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര തളർച്ചയായിരുന്നു. കേൾക്കാൻ കുറേ പേര് മാതാജി മാതാജി എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കാൻ തുടങ്ങി. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇപ്പം ആദ്യം ഉറക്കത്തിലാണെന്ന്. അതുകൊണ്ടാണ് പിന്നെ ഞാനത് ലാസ്റ്റിലേക്ക് എടുക്കാത്ത. പക്ഷെ എടുക്കും ഞാൻ, ഉറപ്പാ. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാതെയൊന്നും പോവില്ല. ഓക്കെ, അങ്ങനെ ദ്രൗപദി, നകുലൻ, സഹദേവൻ ഇവരൊക്കെ വീണ സ്ഥലവും ഇവിടെ നിന്ന് കാണാന്നാ പറയണത്. മഹാഭാരതം മൊത്തം ക്ലാസ്സും കേട്ടവർക്ക് ഈ കഥയൊക്കെ അറിയാട്ടോ, അല്ലാത്തവർക്ക് അറിയില്ല. ഇവിടെ പരമേശ്വരൻ എന്താ ചെയ്തിരിക്കുന്നത്? സർവബാഹൈശ്വര്യങ്ങളും ഉപേക്ഷിച്ച് ശുദ്ധ സാത്വിക രൂപത്തിൽ വിരാജിക്കുന്നതായിട്ട് തോന്നും. എല്ലാം ഉപേക്ഷിച്ച് ശുദ്ധമായ ഒരു സാത്വിക ഭാവത്തിൽ നമുക്ക് മഹാദേവനെ കാണാൻ സാധിക്കും. ആചാര്യർ എന്ത് ചെയ്ത്? ശിഷ്യന്മാരെയും കൂട്ടിയിട്ട് ഭഗവാനെ പൂജിച്ച് സന്തോഷമായിട്ടിരുന്നു എന്നാ പറഞ്ഞ ആ സ്ഥലത്ത്. ആചാര്യർ പോലും അത്രയും സന്തോഷവാനായിരുന്നു ആ സ്ഥലത്ത് മഹാദേവനെ പൂജിച്ചപ്പോൾ. കേദാരത്തിലെ ഭയങ്കരമായ തണുപ്പ് കൊണ്ട് ശിഷ്യന്മാർ ഒരുപാട് കഷ്ടപ്പെട്ടു. ആ തണുപ്പ് അവർക്ക് സഹിക്കാൻ പറ്റാണ്ട്. അപ്പൊ കരുണാകരനായിരിക്കുന്ന ശങ്കരൻ എന്ത് ചെയ്തു? അവരുടെ വാസസ്ഥാനത്തിന് സമീപം തപ്തജലകുണ്ഡം ഉണ്ടോ എന്ന് ധ്യാനത്തിൽ നോക്കി. നമ്മളെ പോലെ ഇങ്ങനെ അന്വേഷിച്ചൊന്നും നടക്കില്ല. അദ്ദേഹത്തിന് ധ്യാനത്തിലൂടെ അറിയാൻ പറ്റും എന്താണ് എവിടെയാണുള്ളതെന്ന്. അത്രയും അതികഠിനമായ തീക്ഷ്ണമായ ധ്യാനവും പ്രാർത്ഥനയുമായിരുന്നു ശങ്കരാചാര്യരുടേത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? വല്ല തപ്തജ്വല കുണ്ടവും ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ യോഗദൃഷ്ടിയില് അടുത്ത് തന്നെ ഉണ്ടെന്ന് ആചാര്യൻ കണ്ടു. അങ്ങനെ ആ സ്ഥലം ശിഷ്യന്മാരെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, അവിടെ മൊത്തം വൃത്തിയാക്കാൻ പറഞ്ഞു. അജിരേണ, അതായത് പറഞ്ഞ നിമിഷം തന്നെ അവിടെ അത് വൃത്തിയാക്കപ്പെട്ടു. കേദാരത്തിലെ തുഷാരമധ്യത്തിലും അത്യുഷ്ണമായിരിക്കുന്ന ജലധാര കാണപ്പെട്ടു. ആയതുകൊണ്ട് ശിഷ്യന്മാരുടെ ആ ചൂടെല്ലാം മാറി. അങ്ങനെ ശങ്കരാചാര്യർ അവിടെ ആ ഒരു ഈ ശിഷ്യന്മാരുടെ തണുപ്പ് മാറാൻ വേണ്ടി അദ്ദേഹം അവിടെയും അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തു. അങ്ങനെ ഇരിക്കെ സദ്ഗുരുവിന്റെ ആശ്രമത്തിലിരിക്കുന്ന ശിഷ്യന്മാർക്ക് ഒരു വിഷമവും ഉണ്ടായില്ല. തണുപ്പായ സ്ഥലത്തെത്തിയാൽ അദ്ദേഹം അവിടെ അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്യും. ചൂടുള്ള സ്ഥലത്തെത്തി കഴിഞ്ഞാൽ അദ്ദേഹം അതിനു വേണ്ട സൗകര്യം ചെയ്യും. അങ്ങനെ ആചാര്യൻ എന്ത് ചെയ്തു? ശിഷ്യന്മാരെ ഇങ്ങനെ ചേർത്ത് പിടിച്ച്, അമ്മ ഒരു കുഞ്ഞിനെ എങ്ങനെ സംരക്ഷിക്കുന്നോ അതുപോലെ ചേർത്ത് പിടിച്ച് ആചാര്യൻ ശിഷ്യന്മാരെ കൊണ്ട് നടന്നു. കേദാരത്തില് 1 മാസത്തിലധികം താമസിച്ചതിന് ശേഷം ഭാഗീരഥിയുടെ ഉത്പത്തി സ്ഥാനമായിരിക്കുന്ന ഗോമുഖത്തിലേക്കാണ് എല്ലാവരും യാത്രയായത്. നേരെ അവർ കേദാരത്തിൽ നിന്ന് ഗോമുഖത്തിലേക്ക് പോയി. 2 ആഴ്ച കൊണ്ട് ഭാഗീരഥി നദിയുടെ തീരത്തിലേക്ക് അവരെത്തിപ്പെട്ടു. ഇവിടുത്തെ തണുപ്പെന്ന് പറഞ്ഞാലോ കേദാരത്തിലുള്ളത് പോലെ തന്നെ. പിന്നീടുള്ള വഴി അത് പറയാൻ പോലും പറ്റില്ല, അത്രയും കഷ്ടപ്പാടാ പിന്നീടുള്ള വഴി. ഓരോ കാൽവെപ്പിലും ജീവൻ കിട്ടുമോ ഇല്ലേ എന്ന് പോലും അറിയാതെ വേണം മുന്നോട്ട് കാലെടുത്ത് വെക്കാൻ. അത്രയും ദുർഘടമാണ് അങ്ങോട്ട് മുന്നോട്ടുള്ള ഓരോ വഴികൾ. ആചാര്യരും അനുയായികളും അങ്ങനെ നടന്ന് 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 എവിടെ എത്തി? ഗോമുഖിയിലെത്തി. തുഷാരവൃതമായിരിക്കുന്ന പർവ്വതഗാത്രത്തെ ഭേദിച്ച് വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഗോമുഖത്തിന്റെ ആകൃതിയിലുള്ള, ഈ അറിയാലോ, ഗോമാതാവിന്റെ മുഖത്തിന്റെ ആകൃതിയിലുള്ള ഒരു സ്ഥലത്തുകൂടി ജലധാര ഇങ്ങനെ വരികയാണ്, ജലം ഇങ്ങനെ വരികയാണ്. അത് ആചാര്യർ കണ്ടു. ഈ പർവ്വതത്തിന്റെ മുകളിലായിട്ട് വലിയ ഒരു ബിന്ദു സരോവരം നിൽക്കുന്നുണ്ട്. ഇത് എന്നും മഞ്ഞ് മൂടിക്കിടക്കും ഈ സ്ഥലം. എന്താന്ന് വെച്ചാൽ ഈ സ്ഥലത്താണ് സ്വർഗത്തിൽ നിന്ന് ഗംഗ ഭൂമിയിലേക്ക് അവതരിച്ചത് എന്ന് പുരാണത്തിൽ പറയുന്നുണ്ട്. ഈ സ്ഥലത്തു നിന്നാണ് അത്രേ വന്നത്. അങ്ങനെ തീർത്ഥത്തിൽ ഇറങ്ങിയിട്ട് അവരുടെ ദിവസേനയുള്ള കൃത്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എല്ലാവരും ഗംഗോത്രിയിലേക്ക് പോയി. നമ്മളിപ്പോ നോർത്ത് ഇന്ത്യയിലാണ്. ഇതൊക്കെ നോർത്ത് ഇന്ത്യയിലുള്ള കാര്യങ്ങളാണ്, ആലോചിച്ച്. അങ്ങനെ എല്ലാവരും കൂടി എവിടേക്ക് പോയി? നേരെ ഗംഗോത്രിയിലേക്ക് പോയി. എന്തെന്നാൽ ഇതിന് അങ്ങോട്ട് പോകുന്നത് ഗോമുഖിയിൽ താമസിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ടാണ് അവരെവിടേക്ക് പോകുന്നത്? ഗംഗോത്രിയിലേക്ക് പോയത്. വഴിയിൽ വെച്ച് തന്നെ പലർക്കും മഞ്ഞ് വീണ് കഴിഞ്ഞാൽ ജീവൻ പോകാറുണ്ട്. അറിയാലോ, ഹിമപാതം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഹിമപാതം, മഞ്ഞ് ഒരുപാട് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഒന്നും താമസിക്കാൻ പറ്റില്ല, നമ്മൾ മരിച്ചു പോകും, നമ്മുടെ ശരീരമെല്ലാം ഐസായി പോകും. ഇങ്ങനെയുള്ള ആ ഐസിലാണ് നമ്മുടെ മിലിറ്ററി ഓഫീസേഴ്സ് എല്ലാം നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ പട്ടാളക്കാർ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ജീവൻ പണയം വെച്ച് അവർ നിൽക്കുന്നുണ്ട് ഇപ്പോഴും. ചിലപ്പം വർഷങ്ങളോളം അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരുടെ ബോഡി പോലും കാണാൻ പറ്റില്ല. അപ്പൊ അവരോട് നമുക്ക് എപ്പോഴും ഒരു കടപ്പാട് വേണ്ടേ? നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് പറയാതിരിക്കാൻ വയ്യ. ഈ കഷ്ടപ്പാടുകൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ അങ്ങനെയുള്ള
സ്ഥലത്ത് കൂടെ എന്തെന്നാൽ ഈശ്വര കൃപയും ആചാര്യന്റെ അനുഗ്രഹവും കൊണ്ട് ആ ആചാര്യന്റെ ശിഷ്യന്മാർക്ക് അനുയായികൾക്ക് ഒരു വിഷമവും കൂടാതെ ഗംഗോത്രിയിലേക്ക് എത്താൻ പറ്റി. ഭഗവാന്റെ അനുഗ്രഹവും ആചാര്യന്റെ കൃപാ കടാക്ഷവും കൊണ്ടാണ്. എങ്കിലേ അവർക്ക് അവിടെ എത്താൻ പറ്റും. അവിടെ ചെന്നിട്ട് ആചാര്യർക്ക് ഒരു ശിവലിംഗവും ഭഗവതിയുടെ ഒരു വിഗ്രഹവും പ്രതിഷ്ഠിക്കണമെന്ന് സങ്കല്പം ഉണ്ടായി. ആചാര്യൻ വിചാരിച്ചു, ഒരു ശിവലിംഗവും ഇവിടെ പ്രതിഷ്ഠിക്കണം, ഒരു ഭഗവതിയുടെ ശിലയും ഇവിടെ പ്രതിഷ്ഠിക്കണം എന്ന് തോന്നി. അങ്ങനെ അദ്ദേഹം അത് പറഞ്ഞു, എനിക്കിത് ഇവിടെ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. തീർത്ഥയാത്രക്കാർ ഇവിടെ വന്ന് ദേവദർശനം നടത്തിയാൽ പിന്നീടുള്ള കാലങ്ങളിൽ ഇപ്പോൾ വരെ നമ്മൾ പോയി അവിടെ ദർശനം നടത്തി കഴിഞ്ഞാൽ അവർക്ക് ഗോമുഖി ദർശനത്തിന്റെ ഫലം കിട്ടും. കാരണം ഗോമുഖിയിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് ആചാര്യർ എന്ത് ചെയ്തു, അവിടെ മഹാദേവന്റെയും ഗംഗാദേവിയുടെയും ശില എന്ത് ചെയ്തു, അവിടെ പ്രതിഷ്ഠിച്ചു. ഭഗവതിയുടെ ഇതും പ്രതിഷ്ഠിച്ചു. അപ്പൊ അവിടെ പോയി ആരാണോ പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഗോമുഖിയെ കണ്ട ആ ഒരു ഫലം തന്നെയാണ് ലഭിക്കുന്നത്. ഇപ്പോഴും അതെ, അവിടെ ചെന്നാൽ അതെല്ലാം കാണാൻ പറ്റും. അങ്ങനെ ആചാര്യരുടെ ഈ ഒരു സങ്കല്പം, ആഗ്രഹം എന്ന് പറയാൻ പറ്റില്ല, സങ്കല്പമാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ സങ്കല്പം രാജാവിനോട് പറഞ്ഞു. അപ്പൊ രാജാവ് എന്ത് ചെയ്തു, വലിയ ഒരു താമസം ഒന്നും ഇല്ലാതെ ആ കാര്യം അവിടെ പൂർത്തിയാക്കി. പിന്നീട് അദ്ദേഹം അനുയായികളോട് ഭാഗീരഥി തീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരകാശിയിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ കാശിയിലെ സകല ദേവീദേവന്മാരുണ്ട്, എല്ലാവരും ഉണ്ട് ഉത്തരകാശിയില്. ഗംഗയും ഉത്തരാഭിമുഖമായിട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു സമതല ഭൂമിയാണ് ഈ സ്ഥലം. സമതലം അറിയാലോ, ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു സമതലമാണ്. 4 വശത്തും ആകാശചുംബികളായിരിക്കുന്ന ഉച്ചശൈല ശിഖരങ്ങൾ, മലയാണ്. സാധകർക്ക് സാധനയ്ക്ക് പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ ഉത്തരകാശി എന്ന് പറയാം. അവിടെ പോയി നിന്ന് സാധകർക്ക് അങ്ങ് തപസ് ചെയ്യാൻ പറ്റും. അത്രയും നല്ല സ്ഥലമാണ്. ഈ സമയം ആചാര്യർക്ക് എത്ര വയസ്സെന്നറിയാമോ? 16 വയസ്സ്. അദ്ദേഹം ഇവിടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വെറും 16 വയസ്സേ ഉള്ളൂ. തൽക്കാലം യാത്ര അങ്ങ് നിർത്തിവെച്ചു. ജ്യോതിർധാമത്തിലെ രാജാവ് അനുമതി വാങ്ങിയിട്ട് നേരെ സ്വന്തം രാജ്യത്തിലേക്ക് പോയി. ഈ രാജാവും അവരുടെ കൂടെ അനുഗമിച്ച് അദ്ദേഹത്തിന്റെ രാജ്യത്തിലേക്ക് മടങ്ങി. വൈദിക മതം പുനഃപ്രതിഷ്ഠിക്കാൻ രാജാവ് എന്ത് ചെയ്തു, ബദ്ധകങ്കണനായി. അദ്ദേഹത്തിന് മനസ്സിലായി എങ്ങനെയെങ്കിലും സനാതനധർമ്മം, വൈദിക മതം അത് അദ്ദേഹം ഉണ്ടാക്കുന്ന ഉറപ്പിച്ചു. ആചാര്യരുടെ തീർത്ഥയാത്ര കൊണ്ട് ഖണ്ഡത്തിലെ തീർത്ഥസ്ഥാനങ്ങളെല്ലാം തന്നെ എന്തായി, വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടു. അദ്ദേഹം നമ്മുടെ ശങ്കരാചാര്യർ യാത്ര ചെയ്തുകൊണ്ട് ഈ രാജാവിന്റെ ഒരു സഹായം കൂടി ആയപ്പോഴേക്കും നമ്മുടെ ഉത്തരാഖണ്ഡത്തിലെ തീർത്ഥസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ പുനഃസംസ്കരണം സാധിച്ചു എന്നാ പറയുന്നത്. എല്ലാം വീണ്ടും പുനഃസംസ്കരിക്കപ്പെട്ടു. വൈദിക രീതിയിലുള്ള എല്ലാ ദേവപൂജയും അവിടെ തുടങ്ങി. ആചാര്യര് സർവസങ്കല്പരഹിതനായിട്ട് ഉത്തരകാശിയിൽ അങ്ങനെ താമസിക്കുകയാണ്. പ്രായേണ സമാധി നിലയിൽ തന്നെയാണ് അദ്ദേഹം കഴിച്ചു കൂട്ടുന്നത്. സമാധിയായിട്ട് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ആലോചിക്കാതെ ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ തപസ് ചെയ്യാണ്. ശിഷ്യന്മാർ ആവശ്യപ്പെട്ടാൽ അവർക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്, മറ്റൊന്നും ചെയ്യുന്നില്ല. ശിഷ്യന്മാർ അത് കണ്ടിട്ട് ആശ്ചര്യപ്പെടുകയാണ്. എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് തപസ് ചെയ്യാൻ സാധിക്കുന്നത്? ആ ശിഷ്യന്മാരുടെയൊക്കെ ഭാഗ്യാലോചിച്ച് നോക്കിക്ക്, ശങ്കരാചാര്യരുടെ കൂടെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഐതിഹ്യപ്രകാരം വ്യാസദർശനത്തെ കുറിച്ചാണ് നമ്മൾ അടുത്തത് പറയുന്നത്. ഐതിഹ്യപ്രകാരം ഈ സമയത്ത് വ്യാസൻ എന്ത് ചെയ്തു, നമ്മുടെ വ്യാസമുനി ഒരു ബ്രാഹ്മണന്റെ വേഷത്തില് ആചാര്യനെ കാണാൻ വേണ്ടി വരികയാണ് ഈ സ്ഥലത്തേക്ക്. ഇദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തേക്ക് വ്യാസമുനി ഒരു ബ്രാഹ്മണ വൃദ്ധന്റെ വേഷത്തിൽ വരികയാണ്. ആചാര്യരും ശിഷ്യന്മാരും ഒക്കെ അദ്ദേഹത്തെ വണങ്ങി ഇരിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ബ്രഹ്മസൂത്രം പഠിപ്പിക്കുന്ന ആള് ആരാണെന്ന് ചോദിച്ച് അദ്ദേഹം മനസ്സിലാക്കി. ബ്രഹ്മസൂത്ര ഗ്രന്ഥത്തിലെ 3-ാമത്തെ അധ്യായം 1-ാം പാദത്തിലെ 1-ാം സൂത്രത്തിന്റെ അർത്ഥത്തെ പറ്റി അദ്ദേഹം ആചാര്യനുമായിട്ട് ഇങ്ങനെ വാദിച്ചു തുടങ്ങാണ്. ബ്രഹ്മസൂത്രത്തെ കുറിച്ചിട്ട് വാദിച്ചു തുടങ്ങാണ് വ്യാസമുനി നമ്മുടെ ശങ്കരാചാര്യരുമായിട്ട്. പ്രസംഗവശാൽ ജീവാത്മാവ്, ജഗത്ത്, ബ്രഹ്മം, മുക്തി മുതലായ ബ്രഹ്മസൂത്രത്തിലെ എല്ലാ പ്രതിപാദ്യ വിഷയങ്ങളെ പറ്റിയും ചർച്ച നടന്നു. ആചാര്യനുമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യാണ് വ്യാസമുനി. ബ്രാഹ്മണൻ ചോദ്യങ്ങളെല്ലാം ചോദിക്കും, ആചാര്യൻ സമാധാനത്തോടെ ഉത്തരം പറയും. രണ്ടും ഭയങ്കര അത്യത്ഭുതമായിരുന്നു. കാരണം ചോദിക്കുന്ന ചോദ്യങ്ങളും ഭയങ്കര ആശ്ചര്യം നൽകുന്നത്, ആചാര്യൻ പറയുന്ന ഉത്തരങ്ങൾ അതിലേറെ ആശ്ചര്യം ഉണ്ടാക്കുന്നു. ശിഷ്യന്മാരങ്ങനെ വിസ്മയിച്ചിരിക്കുകയാണ് ഇവര് രണ്ടുപേരുടെ സംവാദം കേട്ടിട്ട്. അങ്ങനെ സൂര്യാസ്തമയമായി. അടുത്ത ദിവസം ഇനി വാദം തുടരാം, രാത്രിയിലൊന്നും വാദം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ വൃദ്ധൻ യാത്രയായി. ആരാണ്? നമ്മുടെ വ്യാസമുനി. ഇനി നാളെ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയി.
അടുത്ത ദിവസവും ഈ വാദ കോലാഹലം തന്നെ നടക്കുകയാണ് രണ്ടുപേരുമായിട്ട്. ഇങ്ങനെ 7 ദിവസം ഇവര് വാദപ്രതിവാദം നടത്തി. ആ ബ്രാഹ്മണൻ സാക്ഷാൽ വ്യാസൻ തന്നെയായിരിക്കുമെന്ന് പത്മപാദർ ആരാന്നറിയാലോ, നമ്മുടെ ശങ്കരാചാര്യരുടെ ആദ്യത്തെ ശിഷ്യൻ. അദ്ദേഹത്തിനൊരു തോന്നൽ, ഓഹോ ഇത് വ്യാസമുനി ആയിരിക്കും. വേദവ്യാസൻ ആരാണ് അതും നിങ്ങൾക്കറിയാം അല്ലെ, ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള അല്ലെ. പരാശരമുനിയും സത്യവതിയും ഒക്കെ ഈ കഥയ്ക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഇനി ചോദിക്കരുത് കേട്ടോ. അങ്ങനെ പത്മപാദർക്ക് തോന്നി ഇത് വേദവ്യാസ മുനി ആയിരിക്കൂ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, നേരെ പത്മപാദർ പോയിട്ട് നമ്മുടെ ശങ്കരാചാര്യരോട് ഈ കാര്യം പറഞ്ഞു. അപ്പൊ ശങ്കരാചാര്യർക്കും തോന്നി ഇത്രയും നിഗൂഢമായിരിക്കുന്ന അറിവ് വേദങ്ങളെ കുറിച്ചും ബ്രഹ്മസൂത്രത്തെ കുറിച്ചൊക്കെ പറയണമെങ്കിൽ ഇതെന്തായാലും വേദവ്യാസ മുനി തന്നെ. അദ്ദേഹം ഭയങ്കര സന്തോഷമായി. അന്ന് ബ്രാഹ്മണൻ വന്നപ്പോ നമ്മുടെ ആചാര്യൻ ഇതേപ്പറ്റി ചോദിച്ചു. എന്താ ചോദിച്ചത്? ബ്രാഹ്മണൻ അവരുടെ ആ ഒരു അനുമാനം, നിങ്ങൾ ഊഹിച്ചതൊക്കെ ഏതാണ്ട് ശരി തന്നെ എന്നങ്ങ് സമ്മതിച്ചു. ആചാര്യർ എന്താ ചെയ്തത് ഇതറിഞ്ഞപ്പോഴേക്കും ആ ആദി ഗുരുവിനെ അതിരറ്റ ഭക്തിയോടെ നമസ്കരിച്ചിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം രൂപം എന്താണെന്ന് പ്രകാശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ബ്രാഹ്മണൻ ഉടനെ ഇത് മനസ്സിലാക്കിയിട്ട് അത് തന്നെ ചെയ്തു. വേദവ്യാസമുനി അദ്ദേഹത്തിന്റെ സ്വന്തം രൂപം ആചാര്യന് കാണിച്ചു കൊടുത്തു. ആചാര്യരും ശിഷ്യന്മാരും ഭക്തിയോടുകൂടി അദ്ദേഹത്തെ വന്ദിച്ചു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. തൻ്റെ അന്തർഗതമായിരിക്കുന്ന ആശയം ആചാര്യർ ഭാഷ്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് വ്യാസൻ അങ്ങ് അഭിനന്ദിച്ചു പറഞ്ഞു. ഇത്രയും നന്നായിട്ട് ആരും പറഞ്ഞിട്ടില്ല ശങ്കര. പോയതാണേ. കുമാരില ഭട്ടൻ മുതലായ മഹാപണ്ഡിതന്മാരെ വാദത്തിലെല്ലാം തോൽപ്പിച്ചിട്ട് ദിഗ്വിജയം നടത്തിയിട്ട് വേദാന്ത ദർശനം പ്രചരിപ്പിക്കാൻ വ്യാസൻ ആജ്ഞാപിച്ചു. ഒരുപാട് ജ്ഞാനികളുണ്ട്, അതിലൊരാളാണ് കുമാരില ഭട്ടൻ എന്ന് പറയുന്നത്. അവരെ എല്ലാം തോൽപ്പിച്ചിട്ട് വേദാന്തങ്ങളെല്ലാം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമെന്ന് വ്യാസമുനി പറഞ്ഞു. ആരോട്? നമ്മുടെ ശങ്കരാചാര്യരോട്. അതിനുവേണ്ടി 16 വർഷത്തെ ആയുസ് കൂടി അദ്ദേഹം ആചാര്യർക്ക് നൽകി. കാരണം വേദവ്യാസമുനിയെ ആചാര്യൻ കാണുമ്പോൾ അദ്ദേഹത്തിന് 16 വയസ്സായിരുന്നു. ഇനി ഒരുപാട് ആളുകളെ ഈ ഇതിലെല്ലാം തോൽപ്പിച്ചിട്ട് ദിഗ്വിജയം നേടണം എന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇനിയും ഒരു 16 വർഷം കൂടെ എന്ത് ചെയ്തു തരാം, ഈ ആയുസ് നീട്ടിത്തരാന്ന് പറഞ്ഞു. എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് നമ്മുടെ വ്യാസമുനി അന്തർദാനം ചെയ്തു, അപ്രത്യക്ഷമായി. വ്യാസപ്രശംസിതനായിരിക്കുന്ന കുമാരിലനെ പറ്റി കൂടുതൽ അറിയാൻ ശിഷ്യന്മാർക്കൊരു ആഗ്രഹം. ആരാണ് ഈ കുമാരില ഭട്ടൻ? നമ്മളും കേട്ടിട്ടില്ല അല്ലെ. ആ ആചാര്യന്റെ ശിഷ്യന്മാർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി. നമുക്കും അതേ ആഗ്രഹമുണ്ട്. പുതിയൊരു പേരാണല്ലോ, നമ്മൾ എവിടെയും കേട്ടില്ല. ഭാരതവർഷത്തില് എവിടെയും സഞ്ചരിച്ച് ദിഗ്വിജയം നടത്തിയിട്ട് അവൈദികങ്ങളായിരിക്കുന്ന ബൗദ്ധമതം, ജൈനമതം മുതലായവ മിക്കവാറും നിഷ്കാസനം ചെയ്ത മഹാനായിരുന്നു കുമാരിലൻ. അദ്ദേഹം ഭാരതവർഷം മുഴുവൻ സഞ്ചരിക്കും. എന്നിട്ട് ജൈനമതവും ബൗദ്ധമതവും ഒക്കെ മിക്കവാറും നിഷ്കാസനം ചെയ്യും. അങ്ങനെയുള്ള ഒരു മഹാനാണ് നമ്മുടെ ഈ കുമാരിലൻ എന്ന് പറയുന്നത്. വേദത്തിലെ കർമ്മകാണ്ഡം അദ്ദേഹമാണ് പുനഃസ്ഥാപനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ദക്ഷിണാദിത്യനും ചോളദേശത്തിൽ ജനിച്ചവനുമായിരുന്നു. കുമാരിലൻ ആ സമയത്ത് എവിടെയാ താമസിച്ചത്? പ്രയാഗിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അത് ശിഷ്യന്മാർക്ക് മനസ്സിലായി. ഓഹോ, ഈ കുമാരിലൻ എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ പ്രയാഗിലുണ്ട്. ആചാര്യൻ എന്ത് ചെയ്തു? ശിഷ്യന്മാരെയും കൂട്ടി നേരെ പ്രയാഗിലേക്ക് പോയി. യമുനാ തീരത്ത് കൂടിയാണ് അവരങ്ങനെ സഞ്ചരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മൈൻഡിൽ കണ്ടുനോക്കൂ, നമ്മുടെ ആചാര്യൻ എങ്ങനെയാ നടക്കുക? കയ്യിലൊരു ദണ്ടും തലയിൽ ആ കാവ്യ വസ്ത്രവും ഒരു മുണ്ടും ഒക്കെ ഇട്ടിട്ട് കണ്ടില്ലേ നിങ്ങൾ ആചാര്യനെ? അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരുപാട് ശിഷ്യന്മാർ. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യൂ, ആ യമുനാ തീരത്ത് കൂടി അദ്ദേഹത്തിന്റെ മുഖം തന്നെ എന്തൊരു നല്ല ഭംഗിയാണ് അല്ലേ? കാണുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഭയങ്കര സാത്വികതയില്ലേ നമ്മുടെ ശങ്കരാചാര്യരുടെ ഫേസിൽ. ആ ശങ്കരാചാര്യർ ഇങ്ങനെ നടക്കുകയാണ്. ആ തീരത്തില് വരുന്ന തീർത്ഥസ്ഥലങ്ങളെല്ലാം, ആ വഴി പോകുമ്പോൾ ഏതൊക്കെ തീർത്ഥസ്ഥലങ്ങളുണ്ടോ അവിടെ എല്ലാം അവർ കയറും. കുരുക്ഷേത്രം, വൃന്ദാവനം, ഇന്ദ്രപ്രസ്ഥം, മധുര എല്ലാം ആ സ്ഥലത്തില്, ആ ഒരു ഏരിയയിലുള്ള പുണ്യസ്ഥലങ്ങളാണ്. മനസ്സിലായോ? അങ്ങനെ കുരുക്ഷേത്രം, ഇന്ദ്രപ്രസ്ഥം മുതലായ സ്ഥലങ്ങളെല്ലാം കണ്ട് അവരെവിടെ എത്തിച്ചേർന്നു? നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു. അന്ന് അവിടെ ഏകാന്തവാസപ്രിയരായിരിക്കുന്ന ഭക്തന്മാർ താമസിച്ചു വരാണ്. ഇന്നത്തെ പോലത്തെ ഒരു സിറ്റിയും ഇല്ല അവിടെ. അന്ന് ഏകാന്തത ആഗ്രഹിക്കുന്ന ഒരുപാട് ഭക്തരാണ് അവിടെ താമസിച്ചു വരുന്നത്. ഓക്കെ, ആചാര്യര് അവിടെ ഭഗവാന്റെ പ്രഭൗത്തനായിരിക്കുന്ന വജ്രൻ നിർമ്മിച്ച
ഗോവിന്ദൻ, മദനമോഹനൻ, ഗോപിനാഥൻ. ഈ ക്ഷേത്രങ്ങളെല്ലാം നമ്മളും വൃന്ദാവനത്തിൽ പോയപ്പോൾ കണ്ടതാണ്. നമ്മുടെ കൂടെ വൃന്ദാവന യാത്ര വന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ ലൈവിൽ. ഈ സ്ഥലമെല്ലാം അവർ കണ്ടിട്ടുണ്ട്. അവിടെയുള്ള ദേവന്മാരുടെ സ്ഥലങ്ങളെല്ലാം ദർശിച്ചിട്ട് അവിടെ വെച്ചാണ് ആചാര്യർ എന്ത് രചിച്ചത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വൃന്ദാവനത്തിൽ വെച്ചിട്ട് ആചാര്യൻ രചിച്ചത് എന്താണ്? പറയൂ നോക്കട്ടെ. കൊള്ളാം, നല്ല ആൾക്കാരാണ് എൻ്റെ മഞ്ജരീസ് ഫാമിലി. ഞാൻ എല്ലായിടത്തും പോയിട്ട് പറയും എൻ്റെ മഞ്ജരീസ് കുടുംബം അങ്ങനെ. ഏത് പ്രഭാഷണത്തിന് പോലും ഞാൻ പറയും അയ്യോ എൻ്റെ മഞ്ജരീസ് കുടുംബം അങ്ങനെ, എൻ്റെ മഞ്ജരീസ് കുടുംബം ഇങ്ങനെ. കുഞ്ഞുങ്ങളും ഒരു വലിയ ആൾക്കാർ വരെ അവർക്ക് അത്ര നോളജ് ഉണ്ട്, ഇത്ര നോളജ് ഉണ്ട്. എന്നിട്ടൊരു കുഞ്ഞു നിസാരം ചോദ്യം ചോദിച്ചാൽ പിന്നെ ഒന്നും മിണ്ടില്ല, നെറ്റ് കിട്ടില്ല. അതാണ് ആദ്യം പറയുന്ന എക്സ്ക്യൂസ്. ഉടനെ ഗൂഗിളിൽ തപ്പാൻ പോയിട്ടുണ്ടാവും. അതന്നെ പറയുന്ന മഹത് വ്യക്തി ആരാന്ന് ഞാൻ നോക്കട്ടെ, എനിക്കറിയാം പറയുന്ന ആളെ കണ്ട. ഗൂഗിളിൽ കയറിയിട്ടുണ്ടാവും. അടുത്ത ഫോൺ വേണ്ടി വേഗമാ വേഗമാ മാതാജി ചോദിക്കുന്നു ആചാര്യൻ വൃന്ദാവനത്തിൽ വെച്ചിട്ട് ഉഷ മാതാജി നമ്മൾ പോയിട്ടുള്ളതല്ല അവിടെയൊക്കെ. ഉഷ ഘോഷ്, അജയ് ഘോഷ് മാതാജി, മദൻ മോഹന്റെ ടെമ്പിളിലൊക്കെ. ഇപ്പൊ അടുത്ത ആരുടെങ്കിലും നെറ്റിൽ തപ്പുന്നുണ്ടാവും അയ്യോ ആചാര്യൻ എന്താ വൃന്ദാവനത്തിൽ വെച്ച് രചിച്ചത് മാതാജി ചോദിക്കുന്നു. പറഞ്ഞില്ലേ ആകെ പ്രശ്നം. ഇപ്പൊ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ടാവും. അടുത്ത ഫോണിൽ നിന്ന് തപ്പി പിടിച്ച് ഉത്തരവ് കൊണ്ടുവരും. എന്നിട്ട് ഒരാൾ ടൈപ്പ് ചെയ്തിട്ട് ബാക്കി എല്ലാവരും അങ്ങ് ടൈപ്പ് ചെയ്യും. എന്റെ മഞ്ജരീസ് കുടുംബത്തെ എനിക്ക് അറിയാണ്ടുണ്ടോ? 5 വർഷമില്ലേ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു. ഗോവിന്ദാഷ്ടകം ശരിയല്ലേ മാതാജി, ഗോവിന്ദാഷ്ടകം അവിടെയല്ലേ രചിച്ചത്? മറന്നുപോയി മാതാജി, നാവിന്റെ തുമ്പത്തുണ്ടായിരുന്നു. ഭജ ഗോവിന്ദ. ഇനി വാ, ബിന്ദു സന്തോഷ് മാതാജിന്റെ കൈ കിട്ടട്ടെ. എന്നാലും കുഴപ്പമില്ല, പാവ അതെങ്കിലും പറഞ്ഞല്ലോ. ഗൂഗിളിൽ നോക്കിയില്ല, സത്യം തന്നെയാ പറഞ്ഞത്. പുഷ്പാമ്മ പറയും മറന്നുപോയി മാതാജി. സാരില്ലേ, പോട്ടെ. എന്തായാലും ബിന്ദു സുരേഷ് മാതാജിക്ക് ബിന്ദു സന്തോഷ് മാതാജിക്ക് തന്നെയാണ് എൻ്റെ ഹൃദയത്തിൽ ഇന്നിപ്പോ ഈ ക്ലാസ്സിൽ സ്ഥാനം. കാരണം അത് പാവം നോക്കാതെയാണ് പറഞ്ഞത്. നോക്കിയിട്ടുണ്ടെങ്കിൽ ഗോവിന്ദാഷ്ടകം എന്ന് കിട്ടും. അത് ഓർത്താണ് പറഞ്ഞത് ശങ്കരാചാര്യർ എന്തൊക്കെ രചിച്ചിട്ടുണ്ട്. ഭജഗോവിന്ദം, ഗോവിന്ദം, ഗോവിന്ദ അതിലുണ്ട്. പാവം അത് അത്രയെങ്കിലും പറയാൻ മനസ്സാണിച്ചു. വേറെ ആരും മിണ്ടിയില്ലല്ലോ. നമ്മുടെ ഗെറ്റ് ടുഗദറിലെ മാതാജിക്ക് ഞാൻ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഗോവിന്ദാഷ്ടകം നമ്മുടെ ആചാര്യൻ രചിച്ചത്. എന്തിനാ രാജലക്ഷ്മി അമ്മയെ പേടിക്കണേ? ഞാൻ ഒന്നും ചെയ്യില്ല. ഞാനിവിടെ ചെന്നൈയിലാണ്. നിങ്ങളൊക്കെ കേരളത്തിലല്ലേ? കേരളത്തിന്റെ പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് ഒക്കെ അല്ലേ? ശാന്ത മാതാജിയാണ് എനിക്ക് ഇവിടുന്ന് 2 മിനിറ്റേ ഉള്ളൂ. പോയിട്ട് 2 കൊട്ടു കൊടുത്തിട്ട് വരാമെന്ന് വിചാരിക്കാം. ശ്യാമള ദണ്ഡകല്ല സുധാമേ, ഗോവിന്ദാഷ്ടകം. ഓക്കെ, ഇപ്പൊ ശ്യാമളാമ്മയും കണ്ടില്ലേ ആലോചിച്ച് പറഞ്ഞത്, നോക്കി പറഞ്ഞില്ല. ഗോവിന്ദാഷ്ടകമാണ് നമ്മുടെ ആചാര്യര് വൃന്ദാവനത്തിൽ വെച്ച് രചിച്ചത്. ക്ലിയർ? രാജേശ്വരി വിജയ രാജിയാണോ ഒരു സംശയമുണ്ട് എൻ്റെ ഫ്രണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇത്ര ധൈര്യത്തിൽ അങ്ങനെ അമ്മൂന്ന് വിളിക്കാൻ ആരുമില്ല. ആയിരിക്കും, രാജി ആയിരിക്കും. എൻ്റെ FB ID എനിക്ക് അറിയില്ല. നോക്കാം. അങ്ങനെ ആചാര്യർ രചിച്ചിരിക്കുന്നത് ഗോവിന്ദാഷ്ടകം. ഓക്കെ, കാളിയഹൃദം, വസ്ത്രാഹരണ ലീലാസ്ഥാനം മുതലായ സ്ഥലങ്ങളെല്ലാം ആചാര്യർ ദർശിച്ചു. ഭക്തന്മാരുടെ നിഷ്ഠയെ ഇളക്കി അദ്വൈത ജ്ഞാനം സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല. എന്തെന്നാൽ ഭഗവത് കൃപ കൊണ്ട് ഭക്തന്മാർ അദ്വൈത ജ്ഞാനത്തിൽ ക്രമേണ പ്രതിഷ്ഠ. ഓക്കെ, അദ്ദേഹം മറ്റൊന്നും പറയാൻ ശ്രമിച്ചില്ല. അദ്ദേഹത്തിന് അറിയാം ഭഗവാനും ഭക്തരുമായിട്ടുള്ള ഒരു ആത്മബന്ധം. വൃന്ദാവനത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൃഷ്ണനോട് അടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ആരോടാ അടുക്കുക? ജയ ശ്രീ രാധേ രാധേ, ഈ നാമം മാത്രമേ അവിടെയുള്ളൂ. രാധേ രാധേ, അവിടെ പരസ്പരം വിളിക്കുന്നത് പോലെ അതാണ് അല്ലേ? നമ്മൾ പോയപ്പോൾ നമുക്ക് അനുഭവിച്ചിട്ടുള്ള കാര്യമാണത്. രാധാറാണി, അതാണ് വൃന്ദാവനത്തിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുന്നത്. ആ നാമത്തിൽ മാത്രമേ കൃഷ്ണനുള്ളൂ എന്നുള്ള കാര്യം മറ്റൊരു കാര്യമാണ്. എന്തായാലും നമുക്ക് ഇപ്പൊ വൃന്ദാവനത്തിൽ പോകണ്ട. വൃന്ദാവനത്തിന് ഇപ്പൊ നമുക്ക് പുറത്തു വരാം. കാരണം എന്താ അറിയോ, വൃന്ദാവനത്തെ കുറിച്ച് പറഞ്ഞാൽ ഇനി അങ്ങോട്ടായിരിക്കും നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് മുന്നോട്ട് പോവില്ല. അപ്പൊ നമുക്ക് വൃന്ദാവനത്തിന്റെ കഥ പിന്നീട് ഒരിക്കൽ പറയാം. ഓക്കെ, ഇനി കുമാരില ദർശനം. കുമാരിലനെ കാണാൻ പോവാ നമ്മുടെ ശങ്കരാചാര്യർ. എങ്ങനെയാ കാണാൻ പോണേ? കുറേ ദിവസം അങ്ങനെ നടന്ന് പ്രാചീന കൗശാഭിരാജ്യത്തിൽ കൂടി ആചാര്യരങ്ങനെ ശിഷ്യന്മാരുമൊത്ത് ഇങ്ങനെ പ്രയാഗിലേക്ക് എത്തി. അവിടെയാണ് നമ്മുടെ ആരുള്ളത്? കുമാരില ദർശനം. കുമാരിലൻ ഉള്ളത് അവിടെയാണ്. പറയണോട്ടോ മുതലാളി.
അന്വേഷിച്ചപ്പോ വേദത്തിന്റെ പ്രാമാണിത്യെ പറ്റിയെങ്കിൽ എന്ന് സംശയപ്രകാശമായി തോന്നാവുന്ന ഒരു പദം അവസരത്തിൽ പ്രയോഗിപ്പിച്ചു പോയതുകൊണ്ട് അതിന് പ്രായശ്ചിത്തമായിട്ട് കുമാരിലൻ, അതായത് കുമാരിലൻ ഒരു വാക്ക് പറഞ്ഞത് തെറ്റിപ്പോയത് കൊണ്ട് ആ തെറ്റിപ്പോയതിന്റെ രാജേശ്വരി വിജയൻ, ഓക്കെ മുംബൈയില്. ഹായ്, സോറി, ഞാൻ കരുതി എൻ്റെ ഇവിടുത്തെ ജിമ്മിലെ ഫ്രണ്ട് രാജിയാണെന്ന്, സോറി കേട്ടോ. ഹായ്. അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മുടെ കുമാരിലൻ ഒരു വാക്ക് പറഞ്ഞിട്ട് തെറ്റിപ്പോയി. ആ തെറ്റിപ്പോയത് കൊണ്ട് എന്താ അദ്ദേഹം ചെയ്തതെന്നറിയോ? അതിന്റെ പ്രായശ്ചിത്തമായിട്ട് ഉമിത്തിയില് ചാടിയിട്ട് മരിക്കാൻ പോയി. പ്രാണത്യാഗം, ആത്മഹത്യ ചെയ്യാൻ പോവാണ്. ആചാര്യർ ഉടനെ അവിടെ എത്തിയിട്ട്, ശിഷ്യന്മാരുമായിട്ട് എത്തിയിട്ട്, ധർമ്മനിഷ്ഠനായിരിക്കുന്ന ആ മഹാത്മാവ് ഉമിക്ക് മേലെ ഇരിക്കുന്നതാണ് കണ്ടത്. ഉമിത്തിയുടെ മുകളിൽ അദ്ദേഹം ഇരിക്കുകയാണ് ആചാര്യൻ വരുമ്പോൾ. ആചാര്യരെ പറ്റി അദ്ദേഹം ഒരുപാട് കേട്ടിട്ടുണ്ട്. കുമാരിലനെ ആചാര്യരും ശിഷ്യന്മാരും പോയിട്ട് വണങ്ങി. എന്നിട്ടോ ശങ്കരൻ എന്തിനാണ് വന്നത് എന്ന് അറിഞ്ഞപ്പോ സ്വന്തം ശിഷ്യനായിരിക്കുന്ന വിശ്വരൂപനെ കണ്ട് വാദം നടത്താൻ പറഞ്ഞു. എന്നോട് വാദം നടത്തണ്ട, എൻ്റെ ശിഷ്യനായിരിക്കുന്ന വിശ്വരൂപനോട് പോയിട്ട് വാദം നടത്താൻ പറഞ്ഞു. അങ്ങനെ കുമാരിലന്റെ അപേക്ഷ പ്രകാരം ആചാര്യർ എന്ത് ചെയ്തു? താരകമന്ത്രം ചൊല്ലിക്കേൾപ്പിച്ചു. ആചാര്യർ നേരെ അവിടെ നിന്ന് താരകമന്ത്രം ചൊല്ലി. ആ പാവന മന്ത്രം കേട്ടുകൊണ്ട് വൈദിക ധർമ്മത്തിൽ പൂർണ്ണ നിഷ്ഠയുള്ള ആ മഹാൻ പരമശാന്തിയോടുകൂടി ഉമിത്തിയിൽ ശരീരത്യാഗം ചെയ്തു. എന്നിട്ടോ അദ്ദേഹത്തിന്റെ അചഞ്ചലവും ആത്യന്തികവുമായ ശ്രദ്ധ കണ്ട് ആചാര്യരും ശിഷ്യന്മാരും ആസ്തികരായിരിക്കുന്ന സകല ആൾക്കാരും അദ്ദേഹത്തെ വാഴ്ത്തി. കുമാരിലൻ പറഞ്ഞതനുസരിച്ച് ആചാര്യരും അനുയായികളും നേരെ എവിടേക്ക് പോയി? അദ്ദേഹത്തിന്റെ അനുയായിയായിരിക്കുന്ന ശിഷ്യനായിരിക്കുന്ന വിശ്വരൂപൻ താമസിക്കുന്ന മഹിഷ്മതിയിലേക്ക് യാത്രയായി. കുമാരിലൻ ഇവിടെ ഉമിത്തിയിൽ പോയി. അദ്ദേഹത്തിന്റെ ശിഷ്യനായിരിക്കുന്ന നമ്മുടെ വിശ്വരൂപൻ താമസിക്കുന്നത് മഹിഷ്മതിയിലാണ്. അവിടേക്ക് പോയി നമ്മുടെ ആചാര്യനും ശിഷ്യന്മാരും. 1 മാസത്തിൽ കൂടുതലാണ് ഇവർ നടക്കുന്നത്. നടന്ന് അവരവിടെ എത്തിച്ചേർന്നു. എവിടെ? മഹിഷ്മതിയിലെത്തി. നമ്മുടെ ആചാര്യനും ശിഷ്യന്മാരും. നർമ്മദയുടെ വടക്കേ കരയില് ഉച്ചഭൂമി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലം. ഓക്കെ, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ അവിടെ ഉണ്ട്. ആ വഴിയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും കയറി അവിടെയുള്ള വൃക്ഷങ്ങളുടെ തണലിലെല്ലാം വിശ്രമിച്ചിട്ടാണ് ഇവർ യാത്ര പോകുന്നത്. ഓക്കെ, വിശ്വരൂപന്റെ വീട്ടിൽ ചെന്നിട്ട് വാദഭിക്ഷയാണ് ആചാര്യൻ ആവശ്യപ്പെട്ടത്. നേരെ വിശ്വരൂപന്റെ വീട്ടിൽ ചെന്നിട്ട് വാദഭിക്ഷ ചോദിച്ചു. കാഴ്ചയിൽ ബാലനായ ആചാര്യരുടെ ആത്മവിശ്വാസം എല്ലാവരെയും അങ്ങ് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പിച്ചു. ഒരു കുഞ്ഞു കുട്ടിയല്ലേ, 16 വയസ്സല്ലേ ഉള്ളൂ. വാദത്തിൽ മധ്യസ്ഥനായി വിശ്വരൂപന്റെ ഭാര്യയും വിഭൂഷിതയുമായ ഉഭയഭാരതിയെയാണ് ആചാര്യർ തെരഞ്ഞെടുത്തത്. നല്ല എന്താ പറയുക, വാക്സാമർത്ഥ്യമൊക്കെ ഉള്ള വിദുഷിയായിരിക്കുന്ന ഉഭയഭാരതിയാണ് ആചാര്യർ തെരഞ്ഞെടുത്തത്. ആചാര്യരുടെ ആശ്ചര്യാവഹമായിരിക്കുന്ന, ആരെയും ആശ്ചര്യപ്പെടുത്തുന്ന ആത്മവിശ്വാസം എന്താ ചെയ്തത്? വിഖ്യാത തപ പണ്ഡിതനായിരിക്കുന്ന, എല്ലാവരും അറിയപ്പെടുന്ന ഭയങ്കര വലിയ പണ്ഡിതനായിരിക്കുന്ന വിശ്വരൂപനെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. ഈ ചെറിയ കുട്ടി എങ്ങനെ ഇത്രയും പറയുമോ? ഒരു രക്ഷയില്ല. വിശ്വരൂപൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. ഈ ഒരു ചെറിയ കുട്ടി വന്നിട്ടാണോ ഇത്രയും വലിയ ലോക പണ്ഡിതനായിരിക്കുന്ന എന്നോട് ഇങ്ങനെ വാക്സാമർത്ഥ്യം കാണിച്ചുകൊണ്ട് വാഗ്വാദത്തിൽ ഏർപ്പെടാൻ വന്നിരിക്കുന്നത്? ഏതായാലും ആചാര്യരുടെ അഭിപ്രായം അനുസരിച്ച് വന്ന് ചോദിച്ചതല്ലേ, വാദത്തിന് റെഡി ആവാന്ന് വിചാരിച്ചു. അങ്ങനെ 2 പേരും തികഞ്ഞ പണ്ഡിതന്മാരാണ്. 18 ദിവസം വാദപ്രതിവാദം നടന്നു ഇവര് തമ്മിൽ. അവസാനമായിട്ട് വിശ്വരൂപന് ആചാര്യരുടെ ഒരു അഭിപ്രായം പറഞ്ഞു. അതേ മറികടക്കാൻ സാധിക്കുന്നില്ല വിശ്വരൂപന്. വിശ്വരൂപൻ തോറ്റുപോയി എന്ന് ചിന്തിക്കുന്നിടത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കുന്ന ഉഭയഭാരതി അങ്ങോട്ട് വന്നു, വിധിച്ചു. ഉഭയഭാരതി ഒരു കാര്യം പറഞ്ഞു. മുൻ നിശ്ചയം അനുസരിച്ച് വിശ്വരൂപൻ ആചാര്യരുടെ അടുക്കൽ നിന്ന് സന്യാസം സ്വീകരിച്ച് സുരേശ്വൻ എന്ന പേരിൽ അങ്ങോട്ട് പ്രസിദ്ധനായി. ഈ വിശ്വരൂപനാണ് നമ്മുടെ ആചാര്യന്റെ അടുത്ത് പോയിട്ട് സന്യാസം സ്വീകരിച്ചിട്ട് സുരേശ്വരൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നു. ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും ആ പേര്. സുരേശ്വരന് തത്വോപദേശം നൽകാൻ ആചാര്യർ രചിച്ച ഗ്രന്ഥമാണ് തത്വോപദേശം. മനസ്സിലായോ? ആചാര്യർ ഈ പറയുന്ന സുരേശ്വരന് തത്വോപദേശം നൽകാൻ വേണ്ടി ആചാര്യൻ രചിച്ച ഗ്രന്ഥമാണ് തത്വോപദേശം. ചെറുതാണെങ്കിലും സാരസമ്പൂർണമായ കൃതിയാണ് ഈ തത്വോപദേശം എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുണ്ട് ഇവിടെ തത്വോപദേശം. അങ്ങനെ
ആചാര്യരും ശിഷ്യന്മാരും ദക്ഷിണാഭിമുഖമായിട്ട് യാത്ര ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് അവർ വീണ്ടും യാത്ര പോവാണ്. നർമ്മദയ്ക്ക് തെക്കുള്ള മഹാരാഷ്ട്ര എന്ന് പറയുന്ന സ്ഥലത്ത് ചാലുക്യ രാജ്യം എന്ന് പറയുന്നത് വളരെയധികം പ്രസിദ്ധമായ രാജ്യമാണ്. പ്രാചീനമായിരിക്കുന്ന വിദർഭ രാജ്യം നമ്മൾ കേട്ടിട്ടില്ലേ? വിദർഭ രാജ്യം അതൊക്കെ ആ സ്ഥലത്താണ്. ചാലൂക്യ രാജ്യം തന്നെ രണ്ടായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. കിഴക്കേ ചാലൂക്യവും പടിഞ്ഞാറേ ചാലൂക്യവും. അവിടുത്തെ താമസിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ആ കാലത്ത് അവിടെ താമസിച്ച ആൾക്കാർ ഭയങ്കരം സത്യനിഷ്ഠരാണ്, ധീരന്മാരാണ്. ധാർമ്മികത എന്ന് പറഞ്ഞാൽ അവർ വിട്ടുകൊടുക്കാത്ത ധാർമ്മികതയാണ്. ആചാര്യർ എന്ത് ചെയ്തു? ശിഷ്യന്മാരുടെ കൂടെ ആ രാജ്യത്തിലെ തീർത്ഥ സ്ഥലങ്ങളിലെല്ലാം തന്നെ എന്ത് ചെയ്തു? സഞ്ചരിക്കുകയും അങ്ങനെ കണ്ടുമുട്ടുന്ന ഒരുപാട് നല്ല നല്ല ഭക്തർക്ക് അദ്വൈത വേദാന്തം എല്ലാം ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തോട് വാദിക്കാൻ ആരും ഒരുമിട്ടില്ല ശങ്കരാചാര്യരോട്. കാരണം വാദിച്ചാൽ ജയിക്കില്ല. കാരണം എന്താ വെച്ചാൽ മീമാംസ വക്രപ്രവരനായിരിക്കുന്ന വിശ്വരൂപന്റെ പരാജയം, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഈ വിശ്വരൂപന്റെ പരാജയം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ലോകം മുഴുവൻ അറിഞ്ഞു ഇദ്ദേഹം തോറ്റുപോയി. അങ്ങനെയാണ് നമ്മുടെ ആചാര്യന്റെ അടുത്തുനിന്ന് സന്യാസം സ്വീകരിച്ചിട്ട് സുരേശ്വരനായി മാറിയതെന്നുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പോകണം, പുരി യാത്ര പോകണം. വൈകില്ല. നമ്മൾ മാക്സിമം എനിക്കൊരു തിരുപ്പതി യാത്രയുണ്ട്, അത് കഴിഞ്ഞ് വന്ന ഉടനെ നമ്മുടെ പുരി യാത്രയാണ്. ഓക്കെ, അവിടെ കുറേ ടോംസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഭയങ്കര വലിയ വലിയ ആചാര്യന്മാരുടെ എന്താ ടോംബിന് പറയാം, അവരുടെ സമാധി മണ്ഡപം അതൊക്കെയുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ കംസന്റെ പുനർജന്മം ശാന്ത് കാസിയുടെ മരിച്ചിട്ട് അടക്കം ചെയ്ത സ്ഥലമൊക്കെ ഉണ്ട് അവിടെ. നമുക്ക് പോവാം. അങ്ങനെ എല്ലാവരും ഈ വിശ്വരൂപന്റെ പരാജയം അറിഞ്ഞിട്ടുണ്ട്. ഗോദാവരി തീരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാസിക് അഥവാ പഞ്ചവടി, നമ്മൾ നാസിക് എന്ന് പറയുന്ന പഞ്ചവടിയാണ് കേട്ടോ, പഴയ പഞ്ചവടി എന്ന സ്ഥലത്ത് അവിടെ എത്തി നമ്മുടെ ആചാര്യൻ. അവിടെ വെച്ചിട്ടാണ് സീതാഹരണം സംഭവിച്ചത്. സീതയെ നമ്മുടെ രാവണൻ കട്ടോണ്ട് പോയത് ഈ പഞ്ചവടിയിൽ വെച്ചിട്ടാണ്. അതാണ് നാസിക് എന്ന് പറയുന്ന സ്ഥലം. പണ്ട് അവിടെ ദണ്ഡകാരണ്യായിരുന്നു. അങ്ങനെ അവിടെ ശ്രീരാമചന്ദ്ര സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. അവിടുത്തെ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ ക്ഷേത്രം. മതപരവും രാഷ്ട്രീയവുമായിരിക്കുന്ന പല വിപ്ലവങ്ങൾ നിമിത്തം അവിടെ ഭഗവാന്റെ പൂജയൊന്നും ശരിയായിട്ട് നടക്കുന്നില്ല. അവിടെ ആചാര്യർ വന്നതോടുകൂടി പൂജാതി കർമ്മങ്ങളെല്ലാം ശരിയായിട്ട് നടക്കാൻ തുടങ്ങി. ക്ഷേത്രം ഉദ്ധരിക്കപ്പെട്ടു. കുറേ നാൾ കഴിഞ്ഞ് ആചാര്യ ശിഷ്യന്മാർ അവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് അവിടെ ഒരു മഠവും അവരുണ്ടാക്കി എന്നാണ് പറയുന്നത്. നാസിക്കിൽ നിന്ന് പോയിട്ട് പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് ആചാര്യന്മാരും ശിഷ്യന്മാരും എവിടെ എത്തി? പണ്ഡരീപുരം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ ചന്ദ്രഭാഗ തീരത്തില് വിഷ്ണു വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര കെങ്കേമമായിട്ട് പൂജിക്കപ്പെടുന്നുണ്ട്. അവിടെ വെച്ച് ആചാര്യർ എന്ത് ചെയ്തു? പാണ്ഡുരംഗാഷ്ടകം എന്ന് പറയുന്ന ഒരു സ്തോത്രം രചിച്ചു. പാണ്ഡുരംഗാഷ്ടകം ഇതൊക്കെ കേട്ടിട്ടുണ്ടോ ആവോ? ഇല്ല. ഞാൻ ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ അലറി വിളിക്കും, ഈ ബുക്ക് വന്നിട്ടുണ്ട്, ആ ബുക്ക് വന്നിട്ടുണ്ട്, വാങ്ങൂ 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 എന്ന് പറയോ. പിന്നെ അട്ട മാതാജി എന്നിട്ടോ എങ്ങനെങ്കിലും പറഞ്ഞ് ഞാൻ എൻ്റെ വായിലെ വെള്ളം വറ്റിച്ച് വാങ്ങിപ്പിച്ചാലോ? വായിച്ചോ എന്ന് ചോദിച്ചാൽ വായിക്കാം മാതാജി, വായിച്ചു തുടങ്ങി മാതാജി, വായിച്ചുകൊണ്ടിരിക്കുന്നു മാതാജി. ഇതൊക്കെ വാങ്ങണം, ഇതൊക്കെ വാങ്ങി വായിക്കണം, എങ്കിലേ ഭക്തിയിൽ ഉയരാൻ പറ്റൂ. ഓക്കെ, അങ്ങനെ അല്ലാതെ കിടന്നുറങ്ങുമ്പോൾ രാത്രി ചുമ്മാ മൊബൈലിലെ റീൽസും കണ്ട് കിടന്നുറങ്ങാൻ പാടില്ല. ഓക്കെ, റീൽസ് ഒന്നും വേണ്ട. അതുകൊണ്ടൊന്നും നമുക്കൊന്നും കിട്ടാൻ പോണില്ല. കുറച്ച് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം, അങ്ങനെ വായിച്ച് നമുക്ക് എന്താ പറയുക, നമ്മൾ ഉറക്കത്തെ പോലും ജയിക്കുന്നതാണ്. ഞാനൊക്കെ 12:30 1 മണിക്ക് കിടന്നാൽ കറക്റ്റ് 3 മണി 2:55 ഒരു സമയം എൻ്റെ മൊബൈലിൽ അലാറം അടിക്കും. അലാറം അടിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എഴുന്നേക്കും. നിങ്ങൾക്കറിയാലോ 3 മണിക്ക് ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് ഇടുന്നത് അല്ലേ? അപ്പൊ അതുപോലെ നമ്മൾ ഉറക്കത്തെയൊക്കെ ജയിച്ചിട്ട് ഭൗതികതയിൽ നിന്ന് ഒന്ന് മാറി ആത്മീയമായിട്ട് നമ്മൾ ഉയർന്നാലേ ഭക്തിക്ക് ഒരു അർത്ഥമുള്ളൂ. അല്ലാണ്ട് എപ്പം നോക്കിയാലും നമ്മളിങ്ങനെ മൊബൈലിൽ കുറെ റീലും കണ്ട് ആ കുറ്റവും പറഞ്ഞ് ഈ കുറ്റവും പറഞ്ഞ് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് കണ്ടെല്ലാത്തിന്റെ പിന്നാലെ ഓടിപ്പോയി പരാതികളും പരിഭവങ്ങളുമായിട്ട് ഗുരുവായൂരപ്പനെ നടയിൽ പോയി നിന്ന് എങ്ങനെയാ ജീവിതം മുന്നോട്ട് പോവുക? ഈ ഒരു ലൈഫ് മാത്രമല്ലല്ലോ, നമുക്ക് മോക്ഷം വേണ്ടേ? അതിനല്ലേ നമ്മൾ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ പിന്നെയും വന്നിരിക്കണത്. അപ്പൊ അതൊക്കെ വേണം നമുക്ക്. അതിനാണ് ഞാൻ വായിക്കൂ എന്ന് പറയുന്നത്. വായിക്കണം കേട്ടോ. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ആചാര്യർ പാണ്ഡുരംഗാഷ്ടകം രചിച്ചത്. അങ്ങനെ ഭഗവാനെ പൂജിച്ച് ദേശവാസികളെയെല്ലാം സ്വധർമാനുഷ്ഠാനത്താൽ പ്രോത്സാഹിപ്പിച്ച് പാണ്ഡുരീപുരത്തിൽ നിന്നും ആചാര്യർ ശിഷ്യന്മാരുടെ കൂടെ എവിടെ എത്തുന്നു? ശ്രീശൈലത്തിലേക്ക് എത്തി.
പ്രസിദ്ധമായിരിക്കുന്ന തീർത്ഥസ്ഥലമാണത്. കൃഷ്ണന്റെയും തുംഗഭദ്രയുടെയും സംഗമസ്ഥാനത്ത് അത് സ്ഥിതി ചെയ്യുന്നു. അനേകം സന്യാസിമാർ അവിടെ പണ്ടുകാലം മുതലേ താമസിക്കുന്നുണ്ട്. എവിടെ? ശ്രീശൈലത്തില്. തീർത്ഥയാത്രക്കാരുടെ സംഖ്യ എന്ന് പറഞ്ഞാൽ ഒട്ടും കുറവല്ല. അവിടെ തീർത്ഥയാത്രക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ സ്ഥലത്തെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അങ്ങ് മനസ്സങ്ങ് അവിടെ തന്നെ ആയിപ്പോവും. അത്രയും സൗന്ദര്യമുണ്ട് ആ സ്ഥലത്തിന്. മാവ്, പ്ലാവ്, അങ്ങനെയുള്ള ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വലിയ വലിയ കാടുകളൊക്കെ കാണാൻ പറ്റും. ആന, സിംഹം എന്ന് പറഞ്ഞ വലിയ വലിയ ജീവികളുണ്ട്. കുറച്ച് ഭീഷണി ഉണ്ടാവും അവിടെ. എന്തിനാണ്? ഇത്രയും വലിയ സിംഹങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഇങ്ങനെ ആ സ്ഥലത്ത് കോമള കഠോര ഭാവങ്ങൾ ആശ്ചര്യമായിട്ട് ഇങ്ങനെ നിൽക്കാണ്. പർവ്വതത്തിന്റെ ചുവട്ടിലായിട്ട് പാതാളഗാമിയായിരിക്കുന്ന ഗംഗ ഇങ്ങനെ ആ പർവ്വതത്തിന്റെ ചുവട്ടിലൂടെ പോവുക. ആ ഗംഗയിലേക്ക് കുറെ മൃഗങ്ങൾ വന്ന് വെള്ളം കുടിക്കും. മുകളിലാണെങ്കിൽ ഒരു വലിയ ശിവക്ഷേത്രമുണ്ട്. അവിടെ മനോഹരമായൊരു ശിവലിംഗം പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുണ്ട്. അർജുനൻ ഈ ശിവലിംഗം കണ്ടിട്ട് മല്ലികാ പുഷ്പം കൊണ്ട് പൂജിച്ച് സ്വമനോരഥം സഫലമാക്കിയിട്ടുണ്ട്. ആ ശിവലിംഗം, അർജുനൻ പൂജിച്ച ശിവലിംഗമാണ് അവിടെ ഉള്ളത്. അതിനാൽ ഈ ശിവലിംഗം ഏത് പേരിലാണ് ലോകത്തിൽ അറിയപ്പെടുന്നത്? മല്ലികാർജുനം എന്ന പേരിലാണ് ഈ ശിവലിംഗം അവിടെ അറിയപ്പെടുന്നത്. നാഗാർജുനൻ ഇവിടെ തപസ് ചെയ്തിട്ട് സിദ്ധനായി തീർന്നു എന്നും പറയുന്നുണ്ട്. ആരാ നാഗാർജുനൻ? അറിയില്ല മാതാജി. പണ്ടൊരു നാഗാർജുന എന്തൊക്കെയോ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഈ പേര് അറിഞ്ഞൂടാ അല്ലേ? അതാ വാസ്തവം. അങ്ങനെ അതൊക്കെ പറഞ്ഞുതരാരാന്ന്. അങ്ങനെ ആചാര്യർ വരുന്നു എന്ന് അറിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ സന്യാസിമാര് സംഘമായിട്ട് ഇങ്ങനെ വരാൻ നിൽക്കുകയാണ്. അങ്ങനെ അവരില് പാശുപതം, വൈഷ്ണവം, വീരാചാരം, ശൈവം, ശാക്തം, കപാലികം, മാഹേശ്വരം, അങ്ങനെ പല പല മതവിശ്വാസത്തിലുള്ള ആൾക്കാരുണ്ട്. അവരില് കാപാലിക ഗുരുക്കന്മാർ അദ്വൈത മത വിദ്വേഷികളായിരുന്നു. അവർക്ക് അദ്വൈത മതം ഇഷ്ടമല്ല. അവർ സംഘബലത്തോടുകൂടി തർക്കത്തിനായിട്ടാണ് ആചാര്യന്റെ അടുത്തേക്ക് വരുന്നത്. പത്മപാദരെയും സുരേശ്വരനെയും അവരുമായിട്ട് വാദിക്കാൻ പത്മപാദരെയും സുരേശ്വരനെയും വിളിച്ചിട്ട് പറഞ്ഞു ആചാര്യൻ അവരോട് വാദിച്ചോളാൻ പറഞ്ഞു. ആചാര്യന്റെ അനുഗ്രഹീതരായിരിക്കുന്ന ആ രണ്ട് മഹാത്മാക്കൾക്കും എതിർപക്ഷത്തെ തോൽപ്പിക്കാൻ ഒരു പ്രയാസം ഉണ്ടായില്ല. കാരണം ഇവർ ആചാര്യരുടെ ശിഷ്യന്മാരല്ലേ. ഒരു സെക്കൻഡ് കൊണ്ട് അവരെ അടിച്ചിട്ട് തോൽപ്പിച്ചു. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആചാര്യരുടെ പ്രഭാവം അങ്ങ് ലോകം മുഴുവൻ അറിയപ്പെടുക. രാജാക്കന്മാരാണെങ്കിലോ അവരുടെ ശിഷ്യന്മാരായി. ഈ രാജാക്കന്മാരെല്ലാം അവരുടെ ശിഷ്യന്മാരായി. ത്യാഗസമയങ്ങളിൽ വേരുറച്ച ആചാര്യ മതോപദേശം മതത്തിന്റെ പേരിൽ അധർമ്മം അനുഷ്ഠിച്ചിരിക്കുന്ന ഭോഗപ്രധാനങ്ങളായിരിക്കുന്ന എല്ലാ മതസംഘങ്ങളെയും അലോരസപ്പെടുത്തി. മതത്തിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഭയങ്കര ദേഷ്യമായി ആചാര്യന്റെ വരവും എല്ലാവർക്കും ഈ ഉപദേശങ്ങളെല്ലാം കൊടുക്കുന്നതും അറിവ് പകർന്നു കൊടുക്കുന്നതെല്ലാം കൂടെ. കാപാലിക സംഘർക്കാരായിരുന്നു ഏറ്റവും വലിയ ശോഭം. കാപാലിക സംഘം എന്ന് പറഞ്ഞ ഒരാൾക്കാരുണ്ട്. അവർക്കാണ് ഭയങ്കര ദേഷ്യം തോന്നിയത്. കർണാടക ദേശത്തെ കാപാലിക രാജാവായിരിക്കുന്ന ക്രഗജൻ എന്ന് പറഞ്ഞ ഒരു രാജാവുണ്ടാണ്. അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമായി ആചാര്യനെയും ആചാര്യന്റെ ഈ പ്രവൃത്തിയൊക്കെ കണ്ടപ്പോൾ. ആചാര്യനെ കൊല്ലണം എന്ന് ക്രഗജൻ ഉപദേശിച്ചു. ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു ആ സന്യാസിയെ കൊന്നേക്കുന്നു. നീ ബാക്കി നാളെ എടുത്താലോ പോരെ? നല്ല രസമായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാതാജി കൊണ്ടുപോയി സ്റ്റോപ്പ് ചെയ്ത്. ഇത് മാതാജിയുടെ സ്ഥിരം സ്വഭാവം. നല്ല രസിച്ചു വരുമ്പോൾ നിർത്തിക്കളയും. അച്ഛാ നമസ്തേ. അതെനിക്ക് ഗുരുവായൂരിലുള്ള അച്ഛനാ, ഗോപിനാഥ് അച്ഛൻ. നിർത്തട്ടെ? ആ അച്ഛൻ എനിക്ക് ഡെയിലി ഉച്ചപൂജ അലങ്കാരം ഇട്ടരും, വ്യത്യസ്തമായിരിക്കുന്ന അറിവുകൾ പകർന്നു തരും. കഥ കേട്ട് മതിയായില്ലേ? മതിയായി തോന്നുന്നുണ്ട്. ആരും മെസ്സേജ് ഇടുന്നില്ല ഇനിയും കഥ കേൾക്കണം എന്നും പറഞ്ഞിട്ട്. ആർക്കും കേൾക്കണ്ടെന്നാ തോന്നണേ. എന്നാ പിന്നെ നിർത്താം. ബിന്ദു മാതാജി ഓക്കെ നിർത്തിക്കോളൂ മാതാജി. നായി എടുക്കണേ. നിർത്താം അല്ലേ? ജയ മാതാജി ഓക്കെ നിർത്തിക്കോളൂ. തങ്കമണി മാതാജി നിർത്തിക്കോളൂ. അപ്പൊ ഇനി ആർക്കും കഥ കേൾക്കണ്ടേ തുടർന്നിട്ട്? അല്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ മാതാജി, കുറച്ചും കൂടി പറയൂ എന്ന് പറയല്ലോ. ഓ രാജി മാതാജിക്ക് ഉറക്കം വരുന്നോ? അതുകൊണ്ടാണോ? ശരി, എന്നാ പിന്നെ ബാക്കി നാളെ പറയാം. ആചാര്യരെ വധിക്കാൻ വേണ്ടി ഒരു രാജാവ് പറഞ്ഞിരിക്കുക.
അവിടം വരെ കേട്ടു. പുഷ്പാമ്മയും പറയുന്നു മതിയെന്ന്. ഇന്ന് എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായോ എളുപ്പത്തില്? ആചാര്യന്റെ കഥ ആർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഉറക്കം വരുന്നോ? അച്ചൂടാ പാവം. അതെന്നാ പിന്നെ നേരത്തെ പറഞ്ഞാ പോരെ? സാരമില്ല, എല്ലാരും പോയി ഉറങ്ങിക്കോ. നാളെ എഴുതരാം. രസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗുഡ് നൈറ്റിന്. ഞാൻ റെഡിയാണ് 10:30 വരെ എടുക്കാൻ. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഉറങ്ങുന്നത് 12 മണിക്കാ. വേണമെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞിടും കുറച്ചുകൂടെ. ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞു മാതാജി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞിടും, അല്ലെങ്കിൽ നിർത്തും. ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നോ? അത് നെറ്റിന്റെ ഇഷ്യൂ ആണ്. ഇല്ല, ഞാൻ കഴിച്ചു. ഒന്നും കുഴപ്പമില്ല. എന്തായാലും ഒരു കാര്യം പറഞ്ഞത്, ആചാര്യരെ വധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്രഗജൻ ഉപദേശിച്ചല്ലോ, ആ കാര്യം താൻ ഏറ്റുവെന്ന് ഉഗ്രഭൈരവനാണ് അറിയിക്കുന്നത്. ഉഗ്രഭൈരവൻ എന്ന് പറയുന്ന ആള് പറഞ്ഞു ഞാൻ കൊന്നോളാം ആചാര്യനെ എന്ന് പറഞ്ഞു. അങ്ങനെ കപാലിക മതസംഘത്തിലെ അതിവൃദ്ധനായിരിക്കുന്ന ഒരു സാധകനും ക്രഗജന്റെ ശിഷ്യനുമായിരിക്കുന്ന ഉഗ്രഭൈരവൻ ആ സമയം ശ്രീശൈലത്തിൽ താമസിച്ചിട്ട് അവിടുത്തെ കാപാലികർ പറയുന്നതനുസരിച്ച് ഇങ്ങനെ പോയിട്ടുണ്ട്. എന്തിന്? ഇദ്ദേഹത്തെ കൊല്ലാൻ. ഓക്കെ, ബാക്കി നാളെ എടുത്തരാം. ആർക്കൊക്കെയോ ഉറക്കം വരുന്നു. എന്താ ഇത്ര നേരത്തെ? ഉറക്കത്തെ ജയിച്ചു 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 മനസ്സിലായി. സാറില്ല, ഉറങ്ങിക്കോ. നല്ല ക്ലാസ് ആയിരുന്നോ? ബാക്കി നാളെ എടുത്തരാം. ഉറങ്ങിക്കോ കേട്ടോ. ഞാൻ നിങ്ങൾക്കുള്ള ദേവി മഹാത്മ്യം പാക്ക് ചെയ്യാൻ പോവാം. ഇന്ന് രാത്രി എല്ലാവർക്കും ദേവി മഹാത്മ്യം പാക്ക് ചെയ്തിട്ട് മൺഡേ ഞാൻ അയച്ചുതരാം. എല്ലാവരും സുഖമായിട്ട് ഉറങ്ങിക്കോ. സമാധാനമായിട്ട് ഉറങ്ങുക. ഹാപ്പി ആയിട്ടിരിക്കുക. ഒരു ടെൻഷനും വേണ്ട, ഒരു വിഷമവും വേണ്ട. ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ സധൈര്യം മുന്നോട്ട് പോകും. ഒരു പ്രശ്നങ്ങളും നിങ്ങൾ അലട്ടില്ല. ഭഗവാന്റെ നാമം ജപിച്ച് ദേവി മഹാത്മ്യം ഇപ്പം എൻ്റെ കയ്യിലാണ്. അപ്പം നിങ്ങൾക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ കിടക്കുമ്പം നേരെ അത് തലയിണയ്ക്ക് അടിയിൽ വെക്കുക, കിടന്നുറങ്ങുക. അമ്മയുടെ സംരക്ഷണത്തിൽ, പൂർണ്ണ സംരക്ഷണത്തിൽ നിങ്ങൾക്ക് ഉറങ്ങാം. ഓക്കെ, ക്ലാസ് സൂപ്പറായിരുന്നു കണ്ണം പാവം. ഇന്ന് ഒരുപാട് തിരക്കിലായിരുന്നില്ലേ, ഒത്തിരി ജോലിക്കൊക്കെ പോയിട്ട്. സാരമില്ല, കണ്ണം പോയി കിടന്നു. എല്ലാവരും പോയി കിടന്നുറങ്ങും. ഞാൻ നാളെ എടുത്തരാം. നാളെ കുറച്ച് നേരത്തെ തുടങ്ങാം കേട്ടോ. 8 മണിക്ക് തുടങ്ങും. നാളെ എനിക്ക് കുട്ടികളുടെ ക്ലാസ്സും കൂടി ഉണ്ട്. 8 മണിക്ക് തുടങ്ങിയിട്ട് പറഞ്ഞുതരാം. സുഖമായിട്ട് കിടന്നുറങ്ങും. നമസ്തേ, ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭാത് की जय, गुरु महाराज की जय, राधा पवनपुरेशन की जय. ओम श्री मात्रे नमः. ഹര ഹര മഹാദേവ്. പോയിട്ട് റെസ്റ്റ് എടുക്കും കേട്ടോ. മൊബൈൽ നോക്കി ഇങ്ങനെ ചോണ്ടിരിക്കരുത്. കിടന്നുറങ്ങുക. എല്ലാവരും ക്ലാസ് ഷെയർ ചെയ്യും. ഗുഡ് നൈറ്റ്.